ഹലോ 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 ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. യെസ് മക്കളെ, വേഗം ചാറ്റ് ബോക്സിലൊക്കെ ഒന്ന് വന്ന് പറഞ്ഞേ. യെസ് ഹലോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ അടിപൊളിയായിട്ട് ഒരു ചാപ്റ്റർ സെറ്റാക്കാൻ പോവുകയാണ്. യെസ്, എല്ലാവരും എന്ത് ചെയ്യുക, വേഗം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അടിപൊളി ഒരു ചാപ്റ്ററാണ് സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി. അതിൻ്റെ ലൈവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് കൂട്ടിയിട്ട് വരിക. ഗുഡ് ഈവനിങ് ജോഷി. ഹലോ ഹലോ. യെസ്, എല്ലാവരും നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാം കേട്ടോ, കാരണം നിങ്ങളുടെ പേരൊന്നും ആയിരിക്കില്ലല്ലോ നിങ്ങളിതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി ഒക്കെ നന്നായിട്ട് പഠിച്ചു. അതിൻ്റെ ബാക്കിയാണ് ആ ചാപ്റ്ററിൻ്റെ ലൈവ്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ആദ്യം അത് കണ്ടിട്ട് വരണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ, അതിൻ്റെ ഇൻട്രോ പറഞ്ഞപ്പോഴേ എന്താണ് ഈ ട്രിഗ്നോമെട്രീൻ്റെ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. യെസ്, നിഹ, പിന്നെ ആരാണ്, ദിയ കുട്ടി, ആര്യൻ, ഹലോ. യെസ് യെസ്, ഓക്കെ ദിയ റെഡിയാണ്. ഓക്കെ, റിയ, എല്ലാം ദിയ, റിയ, പിന്നെ നിയ. കൊള്ളാം. ഓക്കെ, അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് വരിക. ഓക്കെ, നമുക്കൊരു ഓളത്തിൽ അങ്ങോട്ട് പഠിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ട്രിഗ്നോമെട്രീൻ്റെ പ്രത്യേകത തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചാണ് ട്രിഗ്നോമെട്രി മാത്സിലെ. നമുക്ക് ഡിസ്റ്റൻസ്, ഭയങ്കര ദൂരത്തുള്ള, ഇപ്പോൾ പ്ലാനറ്റ്സും ഒക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസും, അല്ലെങ്കിൽ നമ്മുടെ എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസും, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹൈറ്റുള്ള ഒരു ബിൽഡിങ്, ഇപ്പോൾ നമുക്ക് നമ്മളെ ഹൈറ്റ് അറിയാം, നമ്മളും ആ ബിൽഡിങ്ങും തമ്മിലുള്ള ദൂരം നമുക്കറിയാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ ഓഷ്യൻ്റെ ഒക്കെ ആ ഒരു ആഴം അളക്കാനും ഒക്കെ ആ ഒരു ഫീൽഡിലൊക്കെ എന്തുണ്ട്, ഈ ട്രിഗ്നോമെട്രി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 21st തൊട്ട് കോളേജിൽ സീരീസ് എക്സാം തുടങ്ങാം കേട്ടോ. അടിപൊളി, സൂപ്പർ ആപ്ലിക്കേഷനാണ് മറ്റേനേക്കാളും സുഖം. അതെ, സംശയം എന്താ? അതെ, ഇവിടെ നമുക്ക് അങ്ങനെ പ്രൂഫൊന്നുമില്ല. നമുക്ക് ഇതിലാകെ നിങ്ങൾ അറിയേണ്ട ഒരു സ്കില്ലെന്ന് പറയുന്നത് ചിത്രം വരയ്ക്കാൻ അറിയുക, വേറൊന്നും നിങ്ങൾ അറിയണ്ട. ഓക്കെ, അതായത് ചോദ്യം മനസ്സിലാക്കുക, ചിത്രം വരയ്ക്കുക, ഇത്ര മാത്രം പഠിച്ചാൽ തന്നെ ബാക്കി പകുതി, ഒരു 1/4 ഭാഗവും കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ട് വരില്ല. അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഫിഗർ വരയ്ക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ചാപ്റ്ററിന് എന്ത് ചോദ്യം വന്നാലും മക്കൾ എന്ത് ചെയ്തോളാം, ഫിഗർ വരച്ചോളാം, അതിന് മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇൻട്രോ ആയിട്ട് പറയാനുള്ളത്. ഹായ് സെറ, റെഡി. പിന്നെ ആരാണ്, കൃഷ്ണ ഉണ്ട് ഇവിടെ. സുഖമാണല്ലോ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഓക്കെ, സുഖമാണ്. ഇതാരാണ്, അഗ്രജ്. ഓക്കെ, യെസ്, വെറൈറ്റി പേരുകളാണല്ലോ. ഇതൊക്കെ തന്നെയാണോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ? അങ്ങനെയാണെങ്കിൽ ഇനി ഒട്ടും ലാഗ് ആക്കുന്നില്ല, അങ്ങനെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ റെഡി ആണോ മക്കളെ? എല്ലാവരും റെഡി ആണോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വരുന്ന വൺ ഷോട്ട് ലൈവ് ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യരുത്, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ ഈ ചാപ്റ്ററിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വൺ ഷോട്ടിലൂടെ ആയാലും എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബാച്ചിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മുടെ റെക്കോർഡഡ് ആയിട്ടൊക്കെ നമ്മുടെ ബാച്ചിലുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബാച്ചിലൊരു ഓഫർ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 2,999 റുപ്പീസും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ബാച്ചിലുണ്ട്. അപ്പോൾ നമുക്ക് 10th എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് ഈ ഒരു വർഷം. ഈ ഒരു വർഷത്തെ മാർക്ക് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ഫ്യൂച്ചറിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നൊക്കെ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. അപ്പോൾ നല്ലൊരു സ്കോർ നിങ്ങൾ ഇക്കൊല്ലം വാങ്ങണം. അതിന് നിങ്ങൾ ജസ്റ്റ് ഇത്ര കാലം പഠിച്ച പോലെ സാധാരണ ഒരു ലെവലിൽ പഠിച്ചു പോകരുത്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, എക്സ്ട്രാ എഫേർട്ട് കൊടുക്കണം, എക്സ്ട്രാ സമയം കൊടുത്ത് ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറച്ച് നാൾ കൂടി ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. നല്ലൊരു റിസൾട്ടിൽ എത്തിയിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതൊന്നും വലിയൊരു എഫേർട്ടായിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും വലിയൊരു പണിയായിട്ട് നിങ്ങൾക്ക് പിന്നെ ഫീൽ ചെയ്യില്ല. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേക്കൊക്കെ വരാം. ഓക്കെ, റെഡി? യെസ്, കറക്റ്റാണ് പ്രൊണൗൺസിയേഷൻ അല്ലേ? റെഡി. ഡ്യൂറേഷൻ ഒരു മാക്സിമം ഒരു 1.5 മണിക്കൂർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഐശ്വര്യമായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട്, വളരെ സിമ്പിളായിട്ട് കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്, കുറച്ച് വേർഡ്സ് പഠിക്കാനുണ്ട്, അവരെ നമുക്ക് പരിചയപ്പെടാം, അത്ര കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാനൊരു ചിത്രം വരച്ചു തരാം. ഓക്കെ, ഞാനൊരു ചിത്രം വരയ്ക്കാം. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ട് ഒരു പച്ച കളറായിക്കോട്ടെ. ഈ ഗ്രൗണ്ടിൽ ഞാനിവിടെ നിൽക്കുന്നു. ഇതാണ് ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൗണ്ടിൽ എന്തുണ്ട്, ഒരു മരമുണ്ട് കേട്ടോ, ഒരു ട്രീ ഉണ്ട്. ഓക്കെ, ഒരു ട്രീ ഉണ്ട്.
ഓക്കെ, ഈ മരത്തിൽ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും നമുക്കൊരു മാങ്ങ വരയ്ക്കാം. ഓക്കെ, മരത്തിലൊരു മാങ്ങയുണ്ട്. ഞാൻ എന്ത് ചെയ്യണം മക്കളെ? ആ മാങ്ങേനെ അങ്ങോട്ട് നോക്കുകയാണ്. ഞാൻ ആ മാങ്ങയിലേക്ക് അങ്ങോട്ട് നോക്കുകയാണ്. ഓക്കെ, അതേപോലെ താഴെ എന്തുണ്ട്? താഴെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട്. ഓക്കെ, പൂച്ചക്കുട്ടീനെ വരയ്ക്കാൻ എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒപ്പിച്ചൊരു പൂച്ചേനെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദാ ഈ മരത്തിൽ ഒരു മാങ്ങയുണ്ട്, താഴെ ഒരു പൂച്ചയുണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ആദ്യം മാങ്ങയിലേക്ക് നോക്കുകയാണ്. ഓക്കെ, മാങ്ങയിലേക്ക് നോക്കുകയാണ്. പക്ഷേ എൻ്റെ കണ്ണിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഉണ്ട്. ഓക്കെ, എൻ്റെ കണ്ണിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഉണ്ട്. അതെന്ത് ലൈനാണ്? ഹൊറിസോണ്ടൽ ലൈനാണ് അല്ലേ? വേർട്ടിക്കൽ ഇങ്ങനെ, ഹൊറിസോണ്ടൽ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഉണ്ട്. ആ ലൈനാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മാങ്ങേനെ നോക്കുന്ന സമയത്ത് എൻ്റെ സൈറ്റ് എങ്ങോട്ടാണ് മക്കളെ? ഈ മാങ്ങ എവിടെയാ? മുകളിലാണ്. അപ്പം എൻ്റെ സൈറ്റ് എന്ന് പറയുന്ന മുകളിലേക്കാണ് ഞാൻ നോക്കുന്നത്. അതായത് എൻ്റെ കണ്ണിൽ നിന്ന് നമ്മുടെ ഈ ഹൊറിസോണ്ടൽ ലെവലില്ലേ, ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിലേക്കാണ് എൻ്റെ ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, എൻ്റെ സൈറ്റ് പോയിട്ടുള്ള ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയാ മക്കളെ? ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, ലൈൻ ഓഫ് സൈറ്റ്. അതായത് ഞാൻ എങ്ങോട്ടാണോ നോക്കുന്നത് അതാണ് എൻ്റെ ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ താഴെ ഈ പൂച്ചേനെ ഞാൻ നോക്കുകയാണ്. താഴെ ഇവിടെ ഒരു പൂച്ച ഉണ്ടല്ലോ, ഞാൻ ആ പൂച്ചേനെയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലൈൻ ഓഫ് സൈറ്റ് എവിടെയാണ്? താഴെയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. എൻ്റെ കണ്ണിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈനെന്നോ ഹൊറിസോണ്ടൽ ലെവലെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിലാണ് ഇപ്പോൾ മാങ്ങയുള്ളത്. അപ്പോൾ ആ മുകളിലുള്ള മാങ്ങേനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിലാണ് ലൈൻ ഓഫ് സൈറ്റ് വരുന്നതെങ്കിൽ ഇവിടെ ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ പേരാണ് എന്ത് മക്കളെ? ഈ ആംഗിളിൻ്റെ പേരാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ആംഗിൾ ഓഫ് എലവേഷൻ. ഇനി താഴേക്കാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ ലൈൻ ഓഫ് സൈറ്റ് ഇപ്പോൾ എവിടെയാണ്? താഴെയാണ്. പൂച്ചേനെ നോക്കുകയാണ്. അതായത് ഹൊറിസോണ്ടൽ ലൈനിൻ്റെ താഴെയാണ് എൻ്റെ ലൈൻ ഓഫ് സൈറ്റ് എങ്കിൽ അവയുടെ ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ താഴത്തെ ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ഓർത്ത് വെക്കുക? ഇതെങ്ങനെയാണ് ഓർത്ത് വെക്കുക? ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതെങ്ങനെ ഓർത്ത് വെക്കാം? അത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ഡിപ്രഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര സെഡാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് തല ഇങ്ങനെ കുമ്പിടും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ താഴേക്ക് നോക്കുക എന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ താഴെയാണ് ലൈൻ ഓഫ് സൈറ്റ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ഇനി നമ്മുടെ ഐ ലെവൽ എങ്ങോട്ടാ? മുകളിലേക്കാണ് ലൈൻ ഓഫ് സൈറ്റ് മുകളിലാണ്. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിലാണെങ്കിൽ അവരുടെ ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഈ കാര്യങ്ങൾ മാത്രമാണ് ടേംസ് ആയിട്ട് നിങ്ങൾക്കൂടെ പഠിക്കാനുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണെങ്കിൽ, സെറ്റ് ആണെങ്കിൽ വേഗം ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ മക്കളെ. സെറ്റ് ആണെങ്കിൽ വേഗം ഒന്ന് പറഞ്ഞേ. ആകെ ഈ ഡെഫിനിഷൻ മാത്രം അറിഞ്ഞാൽ മതി. അത് കറക്റ്റായിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, റെഡി ആണ്? ക്ലിയർ ആണെങ്കിൽ സെറ്റ് ആണെന്നൊന്ന് പറഞ്ഞേ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ ഒരു കുട്ടിയുണ്ട്. ഇപ്പോൾ ഈ കുട്ടി എങ്ങോട്ടാണ് നോക്കുന്നത്? ഇവിടെ ഒരു പക്ഷിയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇവിടെ ഒരു പക്ഷിയുണ്ട്. അപ്പോൾ ആ പക്ഷീനെ നോക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ കണ്ണിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഉണ്ട്. അതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ലെവൽ. ഓക്കെ, അപ്പോൾ ആ കുട്ടി മുകളിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിലേക്കാണെങ്കിൽ അവരുടെ ഇടയിൽ ഫോം ചെയ്യുന്ന ഈ ആംഗിളാണ് എന്ത് മക്കളെ? ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ. റെഡി? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ. ഇവിടെ ഒരാളുണ്ട്. അയാൾ എന്താണ്? അയാളുടെ കണ്ണിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഉണ്ട്, നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, പിന്നെ ആ മുകളിലൊരു എയറോപ്ലെയിൻ ഉണ്ട്. ഓക്കെ, ഒരു പ്ലെയിൻ ഉണ്ട്. അതേപോലെ താഴെ എന്താണ്? ഒരു പട്ടി ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലെയിനിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹൊറിസോണ്ടൽ ലെവലിൻ്റെ മുകളിലാണ് എന്ത് വന്നത്? ലൈൻ ഓഫ് സൈറ്റ് മുകളിലേക്കാണ് വന്നത്. സോ അതിൻ്റെ ഇടയിൽ ഫോം ചെയ്ത ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി ഇതാ ഇവിടെ പട്ടീനെ നോക്കുകയാണ്. അപ്പോൾ തല താഴത്തേക്കാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് ഇവിടെ താഴെയാണ് വന്നത്. സോ നമുക്ക് ഇവിടെ ഹൊറിസോണ്ടൽ ലൈനിൻ്റെയും ഈ ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഇടയിൽ ഫോം ചെയ്ത താഴത്തെ ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ക്ലിയർ ആയോ? റെഡി ആയോ മക്കളെ? സെറ്റ് ആയോ? അപ്പോൾ ഇങ്ങനത്തെ എക്സാമ്പിൾസ് നമുക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് ഫിഗർ ഒന്നും തരില്ല. എക്സാമിനൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരിക. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഫിഗർ മനസ്സിലാക്കി വരയ്ക്കാൻ അറിയണം. ഇതാ വേറൊരു എക്സാമ്പിൾ. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടിയുടെ കണ്ണിൽ നിന്നുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ ഉണ്ട്. അതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ.
അപ്പോൾ കുട്ടി താഴെ ഇതാ ഒരു ഫുട്ബോൾ ഉണ്ട്, ആ ബോളിനെയാണ് നോക്കുന്നത്. അപ്പം നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ താഴേക്കാണ് എന്ത് വന്നിട്ടുള്ളത്? ലൈൻ ഓഫ് സൈറ്റ്. അപ്പം ഇവരുടെ ഇടയിൽ ഫോം ചെയ്ത ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇങ്ങനെ എക്സാമ്പിൾസ് വെച്ചിട്ട് ആലോചിക്കാം. ക്ലിയർ? ഇത് മിക്സ് ചെയ്തിട്ടാണ് ചോദിക്കുക. ആംഗിൾ ഓഫ് എലിവേഷനും ഡിപ്രഷനും കൂടെ മിക്സ് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ ആംഗിൾ മാർക്ക് ചെയ്യുന്നത് മാറിപ്പോവരുത്. അതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ. ഞാൻ ജസ്റ്റ് ഡെഫിനിഷൻ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, ഇതൊന്നും കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ലൈൻ ഓഫ് സൈറ്റ് എന്താണ്, ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ഇതൊന്നും ആരും കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ചോ. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഡെഫിനിഷൻ ഈ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ചാപ്റ്റർ നമ്മൾ വെറുതെ ഡെഫിനിഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുമല്ലേ? അപ്പോൾ റെഡി ആണെങ്കിൽ വേഗം ചാറ്റ് ബോക്സിൽ ആ ഫയർ ഒക്കെ ഇട്ടൊന്ന് പവർ ആയിക്കേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ അങ്ങോട്ട് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. മക്കളെല്ലാവരും റെഡി ആണെങ്കിൽ വേഗം ചാറ്റ് ബോക്സിൽ ആ ഫയർ ഇട്ടോ. ഓക്കെ, നിങ്ങളുടെ സ്പോട്ടിലുള്ള റിപ്ലൈ ആണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആക്റ്റീവ് ആവണം കേട്ടോ. ചാറ്റ് ബോക്സൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവണം, എന്നാലാണ് ഒരു രസം. ഓക്കെ, റെഡി, സെറ്റാണ്. ഓക്കെ, അത് മതി, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോ മക്കളെ. A ladder makes an angle of 60 degree with the ground when placed along a wall. If the foot of ladder is 8 meter away from the wall, the length of the ladder is. ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൗണ്ട് നമ്മുടെയൊക്കെ വരയ്ക്കാം. ഓക്കെ, ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ എന്തുണ്ട്, ഒരു ചുമരുണ്ടല്ലോ, ഒരു വോളുണ്ട്. ഞാൻ ആദ്യം ഒരു വോളും വരച്ചു, ഒരു ഗ്രൗണ്ടും വരച്ചു. ഇനി നമ്മുടെ വോളിലേക്ക് ചാരിയിട്ട് ഒരു ലാഡർ, ഒരു ഏണി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഏണി അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഒരു ഏണി വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഗ്രൗണ്ടാണ്, ആൻഡ് ഇത് നമ്മുടെ വോളാണ്, ഇത് നമ്മുടെ ലാഡർ. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? എ ലാഡർ മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ദ ഗ്രൗണ്ട്. നമ്മുടെ ലാഡർ എന്ന് പറയുന്നത് ഗ്രൗണ്ടുമായിട്ട് എത്ര ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്? 60 ഡിഗ്രി. ഓക്കെ, റെഡി? റേക്കുട്ടി ശരിയാണ് കേട്ടോ, നോക്കാം നമുക്ക്. 60 ഡിഗ്രി ആണ്. ഇനി ഇഫ് ദ ഫുട്ട് ഓഫ് ലാഡർ ഈസ് 8 മീറ്റർ അവേ ഫ്രം ദ വോൾ. നമ്മുടെ ലാഡറിൻ്റെ ഫൂട്ട്, ഓക്കെ, ഏണിയുടെ ആ ഒരു അടിഭാഗം നമ്മുടെ ഫൂട്ട് ഓഫ് ഇല്ലെങ്കിൽ വോളിൽ നിന്ന്, നമ്മുടെ ചുമരിൽ നിന്ന് ഈ ഒരു ലാഡറിൻ്റെക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 8 മീറ്റർ ആണ്. 8 മീറ്റർ ആണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ ലാഡറിൻ്റെ നീളമാണ് അല്ലേ? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ലാഡർ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മക്കളെ, ഇത്ര കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളും നമ്മുടെ കയ്യിലുള്ള ആളെയും വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കണം. ഓക്കെ, കുറേ പേർക്ക് ഇത് അറിയായിരിക്കും, സിമ്പിളായിരിക്കും. ഇനി അറിയാത്തവർ മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അറിയാവുന്നവർ എന്ത് ചെയ്യുക, നിങ്ങൾ ഓക്കെ ആൻസർ വേഗം ചാറ്റ് ബോക്സിലൊക്കെ പറഞ്ഞു നോക്കാം. അപ്പോൾ അതായത് 60 ഡിഗ്രിയുടെ നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ നോക്കുക. 60 ഡിഗ്രിയുടെ ഏത് സൈഡാണിത്? അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡിനെയും ഹൈപ്പോട്ട്ന്യൂസിനെയും കണക്ട് ചെയ്ത ആളാരാന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ 60 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ട്ന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയുള്ളത് ആരാണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കോസ് ആണ്. ഓക്കെ, സോ നമ്മൾ എടുക്കേണ്ടത് എന്താണ് മക്കളെ? കോസ് 60. കോസ് 60 ഈക്വൽ ടു, അപ്പോൾ ഈ 60ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 8 മീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ ലാഡർ ആണ്. സോ നമുക്ക് L എന്ന് കൊടുക്കാം, ലെങ്ത്. ഓക്കെ, അങ്ങനെയാണ് കോസ് 60ൻ്റെ വാല്യൂ എന്തായിരുന്നു? കോസ് 60ൻ്റെ വാല്യൂ sin 60 √3/2 ആണ്. കോസ് 60 എന്ന് പറയുന്നത് 1/2. സോ 1/2 ഈക്വൽ ടു 8/L. ഇനി നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ L ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 1 × L ഈക്വൽ ടു 2 × 8 ഇല്ലേ, 8 × 2. 1 × L ആണ്, 8 × 2 16. സോ 16 മീറ്റേഴ്സ് ആണ് ലെങ്ത് ഓഫ് ദ ലാഡർ. ക്ലിയർ? അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യണം കേട്ടോ വേർഡ്സിൽ. ദെർഫോർ ദ ലെങ്ത് ഓഫ് ദ ലാഡർ ഈസ് 16 മീറ്റേഴ്സ്. ക്ലിയർ ആയോ? എല്ലാവർക്കും കിട്ടിയോ? മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ശരിയാണ് കേട്ടോ. എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ രീതിയിൽ ഇങ്ങനെ പോവാം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് എ ടവർ 6 meter high cast a shadow of 2 √3 meter long on the ground, then the sun's elevation is. ഇവിടെ നമുക്ക് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു ടവർ ഉണ്ട്, 6 meter ഹൈ ആണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് വരച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ ഒരു ടവർ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ആ ടവർ എന്ത് ചെയ്തു? ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ടവറിൻ്റെ ഹൈറ്റ് 6 മീറ്റർ ആണ്.
ഇറ്റ് കാസ്റ്റ് എ ഷാഡോ ഓഫ് 2√3 മീറ്റർ ലോങ് ഓൺ ദ ഗ്രൗണ്ട്. ഈ ടവറിൻ്റെ ഒരു ഷാഡോ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഷാഡോ ആയിക്കോട്ടെ, ഇത് നമ്മുടെ ഷാഡോ. ആ ഷാഡോൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 2√3 മീറ്റർ. ഇത് നമ്മുടെ ടവർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ലൈൻ വരയ്ക്കാം. ഇനി നമ്മുടെ സൺസ് എലവേഷനാണ് ചോദിച്ചത്. അപ്പോൾ സൂര്യൻ എവിടെ ഉണ്ടാവും? നമ്മുടെ സൂര്യൻ എന്താ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ആ സൂര്യൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അല്ലേ ഈ ടവറിൻ്റെ ഷാഡോ ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് പതിയുന്നത്. അപ്പോൾ സൂര്യൻ അവിടെ ഉണ്ട്, ഷാഡോ ദാ താഴെയുണ്ട്. അപ്പോൾ നമ്മുടെ സൂര്യൻ ഇവിടെ നമ്മുടെ ഇൻക്ലൈൻ ചെയ്ത ആംഗിൾ ആണ് ചോദിച്ചാൽ സൺസ് എലിവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഒബ്ജക്റ്റ് ഒന്നുമില്ല, കണ്ണെന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് തന്നെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ലെവൽ. ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ്. സോ ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മക്കൾ ആലോചിക്കാം, ഈ കണ്ടുപിടിക്കേണ്ട ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡും തന്നിട്ടുണ്ട്, അഡ്ജസൻറ്റ് സൈഡും തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റിനെയും അഡ്ജസൻറ്റിനെയും കണക്ട് ചെയ്തിട്ട് ഏത് ഫോമിലാണ് നമ്മൾ പഠിച്ചത്? വെരി ഗുഡ്, tan 60 ആണല്ലേ. അപ്പോൾ tan 60 എന്ന് പറഞ്ഞു. 60 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, tan ആണ്. tan ആണ്, കറക്റ്റാണ് കേട്ടോ ആൻസർ എല്ലാവരുടെയും. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിളിൻ്റെ ആംഗിൾ ഏതാ നമുക്കറിയില്ല, നമുക്ക് തീറ്റ കൊടുക്കാം. ഓക്കെ, നമുക്ക് ആംഗിൾ അറിയാത്തത് കൊണ്ട് നമുക്ക് തൽക്കാലം ഒരു തീറ്റ കൊടുക്കാം. അപ്പോൾ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡിനെയും ഹൈപ്പോട്ടന്യൂസിനെയും കണക്ട് ചെയ്യുന്നത് ആരാണ്? ടാൻ ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് എഴുതാം ടാൻ തീറ്റ. ഓക്കെ, ടാൻ തീറ്റ ആയിക്കോട്ടെ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 6 ഡിവൈഡഡ് ബൈ നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ് 2√3. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു നമുക്ക് ഈ 6നെയും 2നെയും കട്ട് ചെയ്യാലോ. 6നെയും 2നെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 ആയി. ഇനി 3/√3. ഈ 3/√3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്ന് പറഞ്ഞാൽ √3 × √3 ആണ്, ഡിവൈഡഡ് ബൈ √3 അവിടെ നിൽക്കട്ടെ. സോ ടാൻ തീറ്റ ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇനിയും കട്ട് ചെയ്യാം. ഈ √3നെയും കട്ട് ചെയ്യുമ്പോൾ ടാൻ തീറ്റ √3 എന്ന് കിട്ടി. ടാനിൻ്റെ ഏത് വാല്യൂലാണ് √3 കിട്ടുന്നത് മക്കളെ? ടാൻ 60 ആണ് നമ്മുടെ √3. സോ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നാളെ എക്സാം ആണോ? ഈ ചാപ്റ്റർ ഉണ്ടോ? അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പഠിച്ചോ. ഇനി അതിന് വേണ്ടി വേറെ സമയമൊന്നും എടുക്കണ്ട. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ. സിമ്പിൾ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ മക്കളെ. എ ടവർ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ ദ ഗ്രൗണ്ട്. ഓരോ സെൻറ്റൻസും വായിച്ച് മനസ്സിലാക്കി ചിത്രം വരയ്ക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഫിഗർ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഫിഗർ അങ്ങോട്ട് വരച്ചോളാം. എന്നിട്ട് കമ്പയർ ചെയ്യാം. ഞാൻ വരയ്ക്കുന്നത് വെച്ച് അത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, എ ടവർ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ എന്തുണ്ട് മക്കളെ? ഒരു ടവർ നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ ടവർ നിൽക്കുന്നുണ്ട്. ടവർ തൽക്കാലം ഞാനിങ്ങനെ വരച്ചു. ഓക്കെ, ഒരു സെക്കൻഡ്. ഗ്രൗണ്ടിൽ ഒരു ടവർ ഉണ്ട്. നമ്മളോട് എന്താ പറയുന്നത്? ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് വിച്ച് ഈസ് 15 മീറ്റർ എവേ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ. അപ്പോൾ ടവറിൻ്റെ ഫുട്ടിൽ നിന്ന് √3/√3 എടുത്തേ. അതെന്തിനാ? നമുക്ക് ടാൻ്റെ വാല്യൂസ് ആയിട്ടുള്ള നമുക്കറിയാം tan 30, tan 60, tan 45 എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അത് √3 ആയില്ലേ. ഇല്ലെങ്കിൽ നമ്മൾ റാഷണലൈസ്, അതായത് നമ്മുടെ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടും എടുക്കാൻ വേണമെങ്കിൽ ഓക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. 3 എന്ന് പറയുന്നത് എന്താ മക്കളെ? √3 × √3 അല്ലേ, അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ 15 മീറ്റർ എവേ ആയിട്ട് നമുക്കിവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റിന് നമുക്ക് P എന്ന് കൊടുക്കാം. നമ്മുടെ ഈ ടവറിൻ്റെ ഫുട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 15 മീറ്റർ ആണ്. ഇത് നമ്മുടെ ടവറിൻ്റെ ഹൈറ്റ് പോലെ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ടവർ ഈസ് ഫൗണ്ട് ടു ബി 60 ഡിഗ്രി. അപ്പോൾ ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് ലെവലാണ് നമ്മുടെ പോയിന്റ് ഉള്ളത്. സോ ഹൊറിസോണ്ടൽ ലെവൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ഇതാണ് മക്കളെ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ലൈൻ ഓഫ് സൈറ്റ്. ടവറിൻ്റെ ടോപ്പിലേക്കാണ് ലൈൻ ഓഫ് സൈറ്റ് വന്നത്. അപ്പോൾ ഈ ആംഗിൾ ആണ് എന്ത്? 60 ഡിഗ്രി. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിൻ്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മക്കൾ നോക്കുക, ഈ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റിനെയും അഡ്ജസൻറ്റിനെയും കണക്ട് ചെയ്യുന്നത് ആരാണ്? ടാൻ ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് നോക്കാം, ടാൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ടാൻ ഏതാണ് മക്കളെ? ടാൻ 60 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്താ മക്കളെ? H ഡിവൈഡഡ് ബൈ
അഡ്ജസൻറ്റ് സൈഡ് 15. ടാൻ 16ന്റെ വാല്യൂ എന്താണ്? √3 ആണ്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു h/15. ഇനി 15 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 √3 എന്ന് കിട്ടും. ദെർഫോർ ഹൈറ്റ് ഓഫ് ദ ടവർ ഈക്വൽ ടു 15 √3 മീറ്റേഴ്സ്. ചില ക്വസ്റ്റ്യൻസിൽ √3ന്റെ വാല്യൂ ഒക്കെ കൊടുക്കും. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ മക്കളെ, കറക്റ്റ് ആണ്. 15 √3 ആണ് കേട്ടോ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ √3യുടെ വാല്യൂ ഒക്കെ കൊടുക്കും. അപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. റെഡി? അപ്പോൾ ഇതൊന്നും നമുക്ക് വാല്യൂ തന്നിട്ടില്ല, നിങ്ങൾക്ക് ബ്രാക്കറ്റിലൊക്കെ തരും കേട്ടോ. √3യുടെ വാല്യൂ ഒക്കെ തരും. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. എല്ലാവർക്കും കിട്ടിയല്ലോ? മനസ്സിലാവുന്നില്ലേ മക്കളെ? ക്ലിയർ ആണെങ്കിൽ വേഗം ഒരു തംസപ്പ് ഇട്ടേ. ക്ലിയർ ആണെങ്കിൽ വേഗം ഒരു തംസപ്പ് ഇട്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. അതാ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ √3ന്റെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. From a point P on the ground, the angle of elevation of the top of a 10-meter tall building is 30 degree. A flag is hosted at the top of the building and the angle of elevation of the top of the flagstaff from P is 45 degree. Question കുറച്ച് ലെങ്തി ആണ്. അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസ് മുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചോ. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ തന്നെ നമ്മൾ വരച്ചോളാം. ഒരു ഗ്രൗണ്ട് അങ്ങോട്ട് വരച്ചു. ഒരു ഗ്രൗണ്ട് വരച്ചിട്ടുണ്ട്. ഇനി ആ ഗ്രൗണ്ടിൽ എന്താണ്? ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, സം പോയിന്റ് P. ഓക്കെ, ഇനി അവിടെ നിന്ന് എന്താണ്? അത് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ 10-meter ടോൾ ബിൽഡിംഗ്. അപ്പോൾ 10-meter ടോൾ ബിൽഡിംഗ് വേണം. ഞാനൊന്ന് ഇതിനെ താത്തട്ടെ. 10-meter ടോൾ ബിൽഡിംഗ് വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഒരു ബിൽഡിംഗ് വരച്ചിട്ടുണ്ട്. എത്രയാണ് അതിൻ്റെ ലെങ്ത്ത്? 10 meter. 10 meter ആണ് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. ഇനി എന്താ പറയുന്നത്? The angle of elevation of the top of a 10-meter tall building is 30 degree. അതായത് ഈ പോയിന്റിൽ നിന്ന് ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് എന്ത് മക്കളെ? 30 degree. ഓക്കെ, ഇനി നമ്മളോട് പറയാണ് എ ഫ്ലാഗ് ഈസ് ഹോസ്റ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു ഫ്ലാഗ് ഉണ്ട്. ഒരു ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതായിക്കോട്ടെ നമ്മുടെ ഫ്ലാഗ്. ഇനി എന്താ പറയുന്നത്? The angle of elevation of the top of the flagstaff from P is 45 degree. ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ആ ഫ്ലാഗ്സ്റ്റാഫിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താ? ഇവിടുന്നല്ലേ? അതിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിൻ്റെയും ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഇടയിലുള്ള ഈ ഫുൾ ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞു? 45 degree ആണ്. എങ്കിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഫ്ലാഗ്സ്റ്റാഫ്. ഈ ഫ്ലാഗ്സ്റ്റാഫിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അതേപോലെ ഡിസ്റ്റൻസ് ഓഫ് ദ ബിൽഡിംഗ് ഫ്രം ദ പോയിന്റ് P. ഈ ബിൽഡിങ്ങും Pയും തമ്മിലുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. മക്കൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? റെഡി ആയോ? ഓക്കെ ആണോ? ഞാൻ ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് കൊണ്ടോട്ടെ. നമുക്ക് സമാധാനത്തിൽ അപ്പുറത്തെ പേജിൽ ചെയ്യാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ മക്കൾ നോക്കിയോ? അപ്പോൾ നമ്മുടെ ബിൽഡിങ് ഇവിടെ, ഇതാണ് നമ്മുടെ ബിൽഡിങ്. ഇത് ബിൽഡിങ് ഇവിടെ വരെ. ഇത് നമ്മുടെ ഫ്ലാഗ്സ്റ്റാഫ്. ഓക്കെ, ഇനി എന്താണ്? ഇത് നമ്മുടെ പോയിന്റ് P. റെഡി? അപ്പോൾ നോക്കിക്കോ, നമുക്ക് ഈ ഫ്ലാഗ്സ്റ്റാഫിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം, ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസ് സം D ആയിക്കോട്ടെ. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഒരു h കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക. നമുക്ക് കണ്ടുപിടിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് മൊത്തം വേണം. ഓക്കെ, ഇത് മൊത്തം വേണം. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. 17.337 നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പച്ച കളർ ട്രയാങ്കിൾ നോക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഗ്രീൻ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഗ്രീൻ ട്രയാങ്കിളിലെ ആംഗിൾ എന്ന് പറയുന്നത് 30 degree ആണ്. ആ 30 ഡിഗ്രിയുടെ എവിടെയാണ് പ്രശ്നം വന്നേ മക്കളെ? നോക്ക്, ഒരു പോയിന്റ് P. നമ്മുടെ ഗ്രൗണ്ടിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഫ്ലാഗ്സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട് 30 degree. ഇനി ആ ഫ്ലാഗിൻ്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട് 45 degree. ഫ്ലാഗിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ ബിൽഡിങ്ങും പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ നോക്കിക്കോ, അപ്പോൾ നമുക്ക് ഈ ഒരു പച്ച ട്രയാങ്കിൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ ഏതാ മക്കളെ? 30 degree ആണ്. ആ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടില്ല. കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മുടെ tan 30 നമ്മുടെ ഓപ്പോസിറ്റിനെയും അഡ്ജസൻറ്റിനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കാം? tan 30 degree ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ബിൽഡിംഗ് ആണ്. 10 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? ഡിസ്റ്റൻസ്. tan 30ൻ്റെ വാല്യൂ എത്ര മക്കളെ? 1/√3. 1/√3 ഈക്വൽ ടു 10/d. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × d ഈക്വൽ ടു 10 × √3. 1 × d എന്ന് പറഞ്ഞാൽ d തന്നെ. d ഈക്വൽ ടു 10√3. √3യുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.732. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
പോയിന്റ് ഒക്കെ ഒഴിവാക്കി മൾട്ടിപ്ലൈ എന്ത് വരും 1732 ഈ 0 കൂടി കൊടുക്കുക. ഇനി ശേഷം പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ പോയിന്റിന് ശേഷം 3 ആൾക്കാരുണ്ട്. സോ 3 ആൾക്കാരെ മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ ആൻസർ എന്ത് വരും 17.32. ആ 0ന്റെ ആവശ്യമില്ല, 17.32 ആണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് ദ ഗ്രൗണ്ട് അല്ല സോറി ബിൽഡിങ്ങിന്റെ ഫുട്ടും അതേപോലെ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് നമുക്ക് കിട്ടിയത് 17.32 മീറ്റേഴ്സ്. യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, റെഡി അല്ലേ? സെറ്റാണോ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ വേറെ ഇതിലേക്കൊന്നും പോകണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി മക്കളെ. ഒരു ട്രയാങ്കിൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും ഇവിടെ 45 ആണെങ്കിൽ അവിടെയും 45. അപ്പോൾ ഈ 45ന്റെ ഇവിടെ വരുന്ന ആംഗിളും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോറി ആംഗിൾ അല്ല കേട്ടോ, ലെങ്ത്. എൻ്റെ കിളി പോയി. നോക്ക്, ഇവിടെ ഇപ്പോൾ 3 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 3 മീറ്റർ, ഇവിടെ 4 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 4 മീറ്റർ. മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ട, പിന്നെയും ടാൻ എന്നൊന്നും പറഞ്ഞെടുക്കാൻ നിൽക്കണ്ട. 45 ഡിഗ്രി അവിടെ കണ്ടാൽ നിങ്ങൾ ആലോചിച്ചോ, അവിടെ നമുക്ക് സെയിം ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് അവിടെ എടുക്കാൻ പറ്റും. അതായത് 45 ഡിഗ്രി വരുന്നത് ഇപ്പോൾ ഏതാണ്? നമ്മുടെ റെഡും കൂടി വരുന്ന ഫുൾ ട്രയാങ്കിൾ മക്കൾ നോക്കാം. ഈ ഒരു ഫുൾ ട്രയാങ്കിളിൻ്റെ ഇവിടുത്തെ ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പോൾ ആ 45ൻ്റെ അടുത്തുള്ള ഈ ലെങ്ത് എന്താണോ അതേ ലെങ്ത് തന്നെയായിരിക്കും ഈ ലെങ്ത്തും. ഓക്കെ, ഈ ഒരു ലെങ്ത്തും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ് ഇപ്പോൾ കിട്ടിയത്? 17.32 നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഈ ഫുൾ ലെങ്ത് ഇല്ലേ, ബിൽഡിങ്ങിൻ്റെയും ഫ്ലാഗ് സ്റ്റാഫിൻ്റെയും കൂടെ ടോട്ടൽ ലെങ്ത് നമുക്ക് എന്ത് കിട്ടി? 17.32 കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ? ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഓൾറെഡി 10 മീറ്ററാണ് തന്നിട്ടുണ്ട്, 10 മീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഞാൻ അത് ഇയാളെ ഒന്ന് സൈഡാക്കട്ടെ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ മക്കളെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക്? വേറെ കളറൊന്നുമില്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രയാങ്കിളിൽ ഈ ഒരു ഡിസ്റ്റൻസ് മൊത്തം എന്താണ്? 17.32 ആണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് എച്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ എച്ച് കണ്ടുപിടിക്കാൻ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 17.32. അതിൽ നിന്ന് ഈ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് മൈനസ് ചെയ്താൽ പോരെ? ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അങ്ങോട്ട് മൈനസ് ചെയ്താൽ പോരെ? മനസ്സിലായോ മക്കളെ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? അതായത് ഇത് മൊത്തം ഹൈറ്റും ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്തുകൊണ്ട്? ഇവിടെ 45 ഡിഗ്രി ആയതുകൊണ്ട്. ഇവിടെ 45. ഓക്കെ, ഐസോസെലസ് ആയി ട്രയാങ്കിൾ. സോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ എന്താണോ അതേ ഹൈറ്റ് തന്നെയാണ് മൊത്തം. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി 10 മീറ്റർ തന്നിട്ടുണ്ട്. ബാക്കി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 17.32 10 മൈനസ് ചെയ്താൽ മതി. സോ 7.32 മീറ്റേഴ്സ് ആണ് ഫ്ലാഗ് സ്റ്റഫിൻ്റെ ഹൈറ്റ് ഓഫ് ഫ്ലാഗ് സ്റ്റഫ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? എന്ന് പറയുന്നത് എന്താണ്? 7.32 മീറ്റേഴ്സ്. ക്ലിയർ ആയോ? ജസ്റ്റ് സ്പീഡിലൊന്ന് പറഞ്ഞു തരാം. നമ്മളോട് പറഞ്ഞു ഒരു പോയിന്റ് P ഉണ്ട് ഗ്രൗണ്ടിൽ. അപ്പോൾ ശ്രദ്ധിച്ചോ, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, 10 മീറ്റേഴ്സ് ആണ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഫ്ലാഗ് സ്റ്റഫ് ഉണ്ട്, ഒരു ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഇനി ആ പോയിന്റിൽ നിന്ന് ഫ്ലാഗ് സ്റ്റഫിൻ്റെ ടോപ്പിലേക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട് 45 ഡിഗ്രി. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആ പോയിന്റും ബിൽഡിങ്ങിൻ്റെ താഴെ ഭാഗവും തമ്മിലുള്ള ഡിസ്റ്റൻസും അതേപോലെ ഫ്ലാഗ് സ്റ്റഫിൻ്റെ ഹൈറ്റുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ ഗ്രീൻ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അവിടെയുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് തന്നിട്ടുണ്ട്. ഈ അഡ്ജസൻറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പോസിറ്റിനെയും അഡ്ജസൻറ്റിനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? ടാൻ ആണ്. ഓക്കെ, അപ്പോൾ ടാൻ 30 എടുത്തു. അപ്പോൾ 10/d ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ 30യുടെ വാല്യൂ 1/√3 ഇത് ഇട്ട് കൊടുത്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അങ്ങനെ ഡീൻ്റെ വാല്യൂ 10 × 1.732 √3യുടെ വാല്യൂ കിട്ടി. അങ്ങനെ ഡിസ്റ്റൻസ് 17.32 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് 45 ഡിഗ്രി ആണ് ഒരു ട്രയാങ്കിളിൽ വരുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ 17.32 ഈ അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ ഒരു ഹൈറ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 17.32 ആണ്. അതിൽ ഇവിടെ വരെ 10 ആണെങ്കിൽ ബാക്കി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 17.32 10 മൈനസ് ചെയ്തു, 7.32 കിട്ടി. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് കഴിഞ്ഞു.
ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. വേറെ ഒരു പരിപാടിക്കും പോവരുത്, ഇൻട്രപ്റ്റ് ആവാതെ ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, എന്നാലാണ് മനസ്സിലാവുള്ളൂ കേട്ടോ. നോക്കുക, the angles of depression of the top and the bottom of an 8 meter tall building from the top of a multi-stored building are 30 degree and 45 degree respectively. എന്താ ഇപ്പോൾ സംഭവിച്ചത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ 2 ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു കുഞ്ഞ് ബിൽഡിംഗ് ഉണ്ട്, ഓക്കെ, ഒരു ടോൾ ബിൽഡിംഗ് ഉണ്ട്, ഒരു സ്മോൾ ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്താ? ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ of the top and bottom of an 8 meter tall building from the top of a multi-stored building. അതായത് ആ കുറേ നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഈ ചെറിയ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കും ബോട്ടമിലേക്കുമുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് താഴേക്കാണ് വരിക. അപ്പോൾ അത് ഏറ്റവും ഹൈറ്റ് ഉള്ള ആളുടെ അടുത്ത് നിന്നല്ലേ താഴേക്ക് നോക്കാൻ പറ്റുക. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരയ്ക്കുന്നതിന് മുമ്പ് മക്കൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈന് വരച്ചിരിക്കണം. ആ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ താഴേക്കാണ് ലൈൻ ഓഫ് സൈറ്റ്. ആ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ താഴേക്കാണ് ലൈൻ ഓഫ് സൈറ്റ് വേണ്ടത്. അപ്പോൾ ആ ലൈൻ ഓഫ് സൈറ്റ് എങ്ങോട്ടേക്കാണ്? ചെറിയ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കും അതേപോലെ ചെറിയ ബിൽഡിങ്ങിൻ്റെ ബോട്ടമിലേക്കുമുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് തന്നിട്ടുള്ളത് 30 ഡിഗ്രി 45 ഡിഗ്രി. ആംഗിൾ എന്നൊക്കെ ഡിപ്രഷൻ എന്താ ചെയ്യുക? മനുഷ്യന്മാർക്ക് മാത്രം പറ്റൂലല്ലോ, ആംഗിൾ നേരെ ഡിപ്രഷനായി. അപ്പോൾ നോക്കിക്കോ, ശ്രദ്ധിച്ചോ മക്കളെ, നല്ലോണം ശ്രദ്ധിച്ചോട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ആൻ 8 meter ടോൾ ബിൽഡിംഗ്. എവിടെ നിന്ന്? ഫ്രം ദ ടോപ്പ് ഓഫ് എ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ആ കുറേ നിലയുള്ള ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് ഈ കുഞ്ഞ് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കും ബോട്ടമിലേക്കുമുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരയ്ക്കുമ്പോൾ എൻ്റെ മക്കളെ നിങ്ങൾ ഓർത്തോ, ആദ്യം എന്ത് ചെയ്തോളാം? ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലെവലിൻ്റെയും ലൈൻ ഓഫ് സൈറ്റിൻ്റെയും ഇടയിൽ വരുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ദാ ഇത് എത്രയാണ്? 30 ഡിഗ്രി 45 ഡിഗ്രി. ഇതല്ലേ കുഞ്ഞി ആംഗിള്? ഇപ്പോൾ നോക്ക്, ചിലവർക്ക് പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. ചിലവർ എന്താക്കുന്ന ഇത് 30 ഡിഗ്രി കൊടുക്കേ, എന്നിട്ട് ഈ ആംഗിൾ 45 ഡിഗ്രി കൊടുക്കും. അത് തെറ്റാണ്. നമ്മുടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഓൾവേസ് എന്തിൻ്റെ ഇടയിലാ? ഹൊറിസോണ്ടൽ ലെവലിൻ്റെ ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഇടയിൽ. ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ ലെവലിൻ്റെ ഇടയിലാണോ? അല്ല. അപ്പോൾ ദാ ഇത് മൊത്തത്തിലാണ് 45 ഡിഗ്രി. ഇതിപ്പോൾ 30 ആണോ 45 ആണെന്ന് എങ്ങനെ മനസ്സിലായത്? ആ ആംഗിളുടെ വലിപ്പം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇതിപ്പോൾ ഞാൻ ഫിഗർ വേറെ മാറ്റി വരയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? ഇത്രയും പറഞ്ഞ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ അതൊക്കെ വരച്ചു. ഇനി എന്താ പറയുന്നത്? ഫൈൻഡ് ദ ഹൈറ്റ്. 8 meter ടോൾ ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണ്? 8 meters ആണ്. ഇനി നമ്മളോട് പറയാണ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 buildings. ഈ ബിൽഡിങ്ങുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതേപോലെ നമ്മുടെ ഈ ഒരു കുറേ നിലയുള്ള ബിൽഡിങ്ങിൻ്റെ ഹൈറ്റും കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഹൈറ്റ് റെഡിയാണോ? ആ ഹൈറ്റ് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഹൈറ്റ് കണ്ടുപിടിക്കണം, ഇവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഹരിസാർ വേറെ ക്ലാസ്സിലാണല്ലോ. റെഡി? ഇനി മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ്. അതായത് മക്കളെ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു, എന്തായിരുന്നു ആ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾ കുറേ ആംഗിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ടൈപ്പ് ഓഫ് ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിൻ്റെയും പേരൊന്ന് പറയാവോ? അതായത് കുറച്ചുകൂടി നന്നായിട്ട് പറയുകയാണെങ്കിൽ 2 പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ ആയിട്ട് ഒരു ലൈൻ കട്ട് ചെയ്ത് പോയി. ഓക്കെ, ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്, ഓൾട്ടർനേറ്റ്. വെരി ഗുഡ്. അപ്പോൾ നമുക്കിവിടെ എന്താണ്? ഒരു സെഡ് കാണാൻ പറ്റുന്നുണ്ട്. ആ സെഡിനെ വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ചു വിടാം കേട്ടോ. അതായത് ഈ സെഡിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ? ആ സാധനം നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ ഉണ്ടാകും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കൊണ്ടുപോയി ആംഗിൾ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിന് താഴത്തേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം മക്കൾ എന്ത് ചെയ്തോളാം? നമ്മളിതാ ഇവിടുന്ന് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചോളാം. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചോളാം. ഇപ്പം നോക്കിക്കോ, എല്ലാവരും ഇവിടെ നോക്കിക്കോ. ഇപ്പം ഇവിടെ ഒരു സെഡ് ഇല്ലേ മക്കളെ? ഇവിടെ ഒരു സെഡ് ഫോം ചെയ്തിട്ടില്ലേ?
ഇവിടെ ഒരു Z ഇല്ലേ, ആ Z-ന്റെ ഉള്ളിൽ വന്ന ആംഗിൾ ഏതാണ്? 30 ഡിഗ്രി. അപ്പോൾ ആ Z-ന്റെ ഇപ്പുറത്തും ഏത് ആംഗിൾ വരും? 30 ഡിഗ്രി. ശ്രദ്ധിക്കണേ. അതേപോലെ ഇവിടെ മൊത്തത്തിൽ ഒരു 45 ഡിഗ്രി ഇല്ലേ, അതായത് അടുത്ത Z ദാ ഇവിടെ ഒരു Z, വലിയൊരു Z ഇല്ലേ, ഇവിടെ മൊത്തം 45 ഡിഗ്രി എങ്കിൽ ഇവിടെ എന്ത് വരും മക്കളെ? 45 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ ഓർത്തോ, നമ്മുടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല, ഈ ആംഗിൾസ് നമുക്ക് താഴെ കിട്ടണം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. അത് ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ മൊത്തത്തിലുള്ള ഹൈറ്റ് കണ്ടുപിടിക്കണം, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെ വെച്ച് നമുക്ക് വേറൊരു ക്ലൂ കൂടെ കിട്ടുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 45 ഡിഗ്രി ഒരു ട്രയാങ്കിളിൽ വന്നാൽ അവിടുത്തെ രണ്ട് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ മക്കൾ നോക്കുക, ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇവിടെ 45 ഡിഗ്രി ആണ്, അപ്പോൾ ഇവിടെയും 45 ഡിഗ്രി ആണ്. അപ്പോൾ ഈ 45 ഡിഗ്രീൻ്റെ ഈ ഒരു സൈഡും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ഡിസ്റ്റൻസും ഈ ഹൈറ്റും എന്താണ് മക്കളെ? ഈക്വൽ ആണ്. അപ്പോൾ 2 ചോദ്യം നമുക്ക് കണ്ടുപിടിക്കാനില്ല, ഒറ്റ ചോദ്യം കണ്ടുപിടിച്ചാൽ മതി. അതായത് ഈ 2 ബിൽഡിങ്ങുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസും ആ വലിയ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റും എന്താണ്? ഈക്വൽ ആണ്. നമുക്കിപ്പോൾ കിട്ടി. ഓക്കെ ആണോ? പുരിഞ്ചിതാ എന്തുകൊണ്ടാണ്? ഇവിടെ 45 ഡിഗ്രി വന്നതുകൊണ്ട്. ക്ലിയർ ആണോ? സോ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കി ഡിസ്റ്റൻസും ആ ഹൈറ്റും എന്താണ്? ഈക്വൽ ആണ്. റെഡി ആയോ? ഇനി നമുക്കിവിടെ 8 മീറ്റർ ആണ് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. ഇവിടെ 8 ആണെങ്കിൽ ഇതാ ഇത് നേരെ പാരലൽ അല്ലേ, ഇവിടെയും 8 മീറ്റർ ആണ്. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് ആണ് H. അതിൽ ഇത്ര ഭാഗം 8 ആണെങ്കിൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? H മൈനസ് 8 അല്ലേ മക്കളെ? ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് H ആണ്. അതിൽ ഇത്ര ഭാഗം 8 ആണെങ്കിൽ 8 കൊണ്ടുപോയി, ബാക്കിയുള്ള ഭാഗം ഹൈറ്റ് എന്ന് പറയുന്നത് H മൈനസ് 8 അല്ലേ? അത് കണ്ടുപിടിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നം തീരും. ഓക്കെ, അപ്പോൾ ആ H മൈനസ് 8 കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊടിക്കൈകളുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഡിയും എച്ചും ഈക്വൽ ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് H എന്ന് പേര് കൊടുക്കാം. ഈ എച്ചും അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം അല്ലേ മക്കളെ? സെയിം അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു കുഞ്ഞ് ട്രയാങ്കിൾ മാത്രം നോക്കിയാൽ മതി. അതായത് 30 ഡിഗ്രി ആംഗിൾ വരുന്ന ഈ ഒരു ട്രയാങ്കിൾ മാത്രം നിങ്ങൾ നോക്കുക. ആ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്താണ് മക്കളെ? H മൈനസ് 8. അഡ്ജസൻസ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? H. ഇതിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോർമുല ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക. ഇവിടെ ഒരു 30 ഡിഗ്രി, ഇവിടെ H, ഇവിടെ H മൈനസ് 8. ഇവിടെ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഹൈറ്റ് കിട്ടിയ ഡിസ്റ്റൻസ് ആയി. ഇത്ര മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റിനെയും അഡ്ജസൻറ്റിനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട്? നമ്മുടെ ടാൻ ഉണ്ട്. സോ ടാൻ 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് H മൈനസ് 8 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് H. ടാൻ 30ൻ്റെ വാല്യൂ 1/√3 ഈക്വൽ ടു H മൈനസ് 8 ഡിവൈഡഡ് ബൈ H. ഓക്കെ, ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു H ഈക്വൽ ടു √3 ഇൻറ്റു H മൈനസ് 8. ഓക്കെ, 1 ഇൻറ്റു H ആണ്. √3 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 ഇൻറ്റു H √3H മൈനസ് √3 ഇൻറ്റു 8 ഇനി മൈനസ് 8√3 ഇങ്ങോട്ടേക്ക് എടുക്കാം. സോ 8√3. ഇനി √3Hൻ്റെ അടുത്തേക്ക് ഈ H കൊണ്ടുവരുമ്പോൾ മൈനസ് H ആകും. ഇവിടെ നമുക്ക് Hനെ കോമൺ എടുക്കാം. H കോമൺ എടുക്കുമ്പോൾ √3, ഇവിടുന്ന് H പോയി കഴിഞ്ഞാൽ -1. ഓക്കെ, 8√3. അപ്പോൾ 8√3 ഈക്വൽ ടു H ഇൻറ്റു √3 -1 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കിട്ടി എന്താണ്? H ഇൻറ്റു √3 -1 ഈക്വൽ ടു 8√3. ദെയർഫോർ ഹൈറ്റ് ഈക്വൽ ടു H കണ്ടുപിടിക്കാം. 8√3 ഡിവൈഡഡ് ബൈ ഈ സാധനം അങ്ങോട്ട് പോകുമ്പോൾ √3 -1. നിങ്ങൾ എനിക്കൊന്ന് റിയൽ നമ്പേഴ്സിലല്ലേ പഠിച്ചിട്ടുള്ളത്? ഇത് ഡിനോമിനേറ്ററിൽ ഒരു ഇറാഷണൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഇതിൻ്റെ കോൺജുഗേറ്റ് √3 - 1ൻ്റെ കോൺജുഗേറ്റ് √3 + 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്ത് വരും? 8√3 ഇൻറ്റു √3 + 1 ഡിവൈഡഡ് ബൈ √3 - 1 ഇൻറ്റു √3 + 1. ഇത് a - b ഇൻറ്റു a + b ഫോം അല്ലേ മക്കളെ? സോ a² - b². താങ്ക് യു കേട്ടോ. a² - b². ദാറ്റ് മീൻസ് √3² - b² എന്ന് പറഞ്ഞാൽ 1². ശ്രദ്ധിച്ചോണേ. 8√3 ഇൻറ്റു √3 + 1 ഡിവൈഡഡ് ബൈ √3യുടെ സ്ക്വയർ 3 ആണ്, -1ൻ്റെ സ്ക്വയർ 1. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഈക്വൽ ടു 8√3 ഇൻറ്റു √3 + 1 ഡിവൈഡഡ് ബൈ ഇവിടെ 3 - 1 2 ആയി. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാലോ. ഈ 2നെയും 8നെയും കട്ട് ചെയ്യാം.
ഈ 2-നെയും 8-നെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 ആയി. സോ 4√3 × √3 + 1. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് ഭംഗിയാക്കാം. ഈ 4√3 × √3 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? 4√3 √3 × √3 3 ആയി. അപ്പോൾ 4 × 3 എന്നായി. പ്ലസ് 4√3 × 1 4√3. ഓക്കെ, അപ്പോൾ 12 + 4√3 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ 4 കോമൺ എടുത്തിട്ട് എഴുതാം. എന്ത് വേണേലും ചെയ്യാം. അങ്ങനെ നമുക്ക് ഹൈറ്റ് കിട്ടി. ആൻഡ് ഹൈറ്റും ഡിസ്റ്റൻസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഒന്നും കൂടി എടുത്തെഴുതാം. സോ ഡിസ്റ്റൻസും ഹൈറ്റും ഒക്കെ ഈക്വൽ ആണ്. 12 + 4√3 മീറ്റേഴ്സ്. കിട്ടിയോ മക്കളെ? കിട്ടിയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? സെറ്റാണോ? നമ്മൾ ആകെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. ആ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചെറിയ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കും ബോട്ടമിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിട്ടുണ്ട്. അത് മാർക്ക് ചെയ്ത് 13, 45. ആംഗിൾ ഓഫ് ഡിപ്രഷൻ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് വരും. സോ നമ്മൾ Z ഒക്കെ നോക്കിയിട്ട് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് വൺസ് മോർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നോക്ക്, പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ 45 ഡിഗ്രി ആംഗിൾ കണ്ടതുകൊണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കി ഇവിടുത്തെ ഡിസ്റ്റൻസും ഈ ഒരു സൈഡും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും നമുക്ക് മനസ്സിലായി. സോ അവിടെ നമ്മൾ D = H എന്ന് എഴുതി. ഇനി ഈ ഡിസ്റ്റൻസും സെയിം ആയതുകൊണ്ട് ആ H ഞാൻ ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ ഈ കുഞ്ഞി ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്തു. അതേപോലെ ഈ ഫുൾ ലെങ്ത് H ആണ്. അതിൽ ഇത്ര ഭാഗം 8 മീറ്റേഴ്സ് ആണെങ്കിൽ ബാക്കി എന്താ മക്കളെ? H - 8 ആണ്. അങ്ങനെ നമുക്ക് പുതിയ ട്രയാങ്കിൾ കിട്ടി. ആ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്. കണക്ട് ചെയ്ത് നമ്മൾ tan 30 എടുത്തു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, ഒന്ന് ഭംഗിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8√3 / √3 - 1 എന്ന് കിട്ടി. ഡിനോമിനേറ്ററിൽ ഇറാഷണൽ നമ്പർ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ കോൺജുഗേറ്റ്, ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് വരുന്ന സാധനം കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. താഴെ a - b × a + b ഫോമാണ്. സോ a² - b² ആയി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ഭംഗിയാക്കി. √3യുടെ സ്ക്വയർ 3 ആണ്, 1ന്റെ സ്ക്വയർ 1, മൈനസ് ചെയ്തപ്പോൾ 2 കിട്ടി. ആ 2-നെ 18-നെ കട്ട് ചെയ്തപ്പോൾ 4 കിട്ടി. പിന്നെ ഒന്നും ഇങ്ങോട്ട് ഭംഗിയാക്കി അറേഞ്ച് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു, കഴിഞ്ഞു. ഇവിടെ √3യുടെ വാല്യൂ ഒന്നും ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും നമുക്ക് ചെയ്തു വെച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക മക്കളെ? പഠിക്കുക കേട്ടോ. ലൈവ് എല്ലാം കഴിഞ്ഞിട്ടായാലും നിങ്ങൾ എടുത്ത് വെച്ച് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലാണ് കാര്യം. നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? ചിലപ്പോൾ കത്തൂല. അപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക? ലൈവ് ഒന്നുകൂടി എടുത്ത് കാണാം. ഓക്കെ, നിങ്ങളിങ്ങനെ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഇതേപോലെ ക്ലാസ്സൊക്കെ കണ്ട് പഠിക്കുന്നതാണ്. ഒരുപാട് നമ്മളെ ഇൻട്രപ്റ്റ് ചെയ്യാനും ഡിസ്ട്രാക്റ്റഡ് ആക്കാനും ഒരുപാട് ഫാക്ടേഴ്സ് വരും. ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ മൈൻഡ് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 4√3 ഇല്ലടാ, 12 + 4√3 ആണേ. 12 + 4√3 എന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് 4 കോമൺ എടുത്താൽ 3 + √3 ഇതിലേതെങ്കിലും ആണ് കേട്ടോ ഉത്തരം വരിക. 4 കോമൺ എടുത്താൽ 3 + √3 അല്ലെങ്കിൽ 12 + 4√3 ഇതിലേതാണോ ആൻസർ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആക്കാനൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടി മക്കൾ ലൈവ് കാണുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറേ നേരമൊക്കെ ചിലപ്പോൾ ഫോക്കസ് പോയി പോകും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ഈ ലൈവ് എടുത്ത് കാണാം. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താ അറിയോ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസിൻ്റെ നമുക്ക് ടൈം ലിമിറ്റേഷൻ വരുമല്ലോ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാതെ പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു ഏകദേശം 2 വട്ടമൊക്കെ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ്റെ ലെവൽ കാണുമ്പോൾ ഇതൊന്നും കൂടി പറയണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ തോന്നുന്ന ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്യും. അല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ബാക്ക് അടിച്ചിട്ട് ലൈവ് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ സമയം അത്രയും തീരുന്നതനുസരിച്ച് നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നമുക്ക് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ഇന്ന് കരുതി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നിട്ടും മിസ് ചോദിക്കേണ്ടെന്ന് പറഞ്ഞത് ചോദിക്കുന്നില്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെ നോക്കിയല്ലേ? From a point on a bridge across a river, the angles of depression of the banks on opposite sides of the river are 30 degree and 45 degree respectively. If the bridges is at a height of 3 meter from the banks, find the width of the river. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടമാട്ടോ. അങ്ങനെ ചിത്രമൊക്കെ വരയ്ക്കാം, റിവറൊക്കെ വരയ്ക്കാം. എന്താണ് സംഭവം? ഫ്രം എ പോയിന്റ് ഓൺ ദ ബ്രിഡ്ജ് അക്രോസ് എ റിവർ. ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു റിവർ വരയ്ക്കാം. ഓക്കെ, റിവർ വരയ്ക്കാൻ ഞാൻ കുറച്ച് നീല കളർ എടുക്കട്ടെ. ഇതാണ് എൻ്റെ റിവർ. ഓക്കെ, അപ്പോൾ റിവറിന് എന്തുണ്ട്? ബാങ്ക്സ് ഉണ്ട്. ബാങ്ക്സ് എന്ത്? തീരമുണ്ട്. തീരം തൽക്കാലം തീരം. ഓക്കെ, ഇതാണ് നമ്മുടെ തീരം. തീരത്തിന് വേണേൽ കളർ കൊടുക്കാം.
ഇത് നമ്മുടെ തീരം. ഓക്കെ, അപ്പൊ തീരം വരച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ പറയുന്നത്? തീരത്തിന്റെ മുകളിൽ എന്താണ്? ഒരു പാലമുണ്ട്. പാലം വരയ്ക്കണ്ടേ? പാലം വരയ്ക്കാം. പാലം ഇങ്ങനെ ആക്കാം. ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, അപ്പൊ റിവർ ഉണ്ട്, തീരമുണ്ട്, മുകളിൽ കൂടെ പാലമുണ്ട്. അപ്പൊ പാലത്തിന്റെ മുകളിൽ എന്തുണ്ട് മക്കളെ? പാലത്തിന്റെ മുകളിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എവിടെയോ ആണ്, നമുക്ക് അറിയൂല. ഒരു പോയിന്റ് ഉണ്ട്, സംപി. എല്ലാവരും ശ്രദ്ധിച്ചോ? അപ്പൊ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് എന്താ പറയുന്നത്? ദ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ബാങ്ക്സ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ റിവർ ആർ 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ബാങ്ക്സിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് തന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചോ? ഇവിടുന്ന് ഈ ഒരു ബാങ്കിലേക്കും അതേപോലെ അടുത്ത തീരത്തേക്കുമുള്ള, എവിടേക്ക് വേണേൽ വരയ്ക്കാം, ഈ അറ്റത്തേക്കോ നമുക്ക് കറക്റ്റ് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ട്രയാംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് തന്നിട്ടുള്ളത് 30 ഡിഗ്രിയും 45 ഡിഗ്രി. അപ്പോൾ ഇവിടെ 30 ആണോ ഇവിടെ 45 ആണോ നിങ്ങൾ നോക്കിയിട്ട് കണ്ടിട്ട് കുറച്ച് കുഞ്ഞി ആംഗിൾ 30 ആണ്, ഇതാണ് 45 വരച്ചു. ഇനി നമുക്ക് നമ്മുടെ റിവറിൻ്റെ ഒരു ലെവൽ ഒന്ന് വരയ്ക്കണമല്ലോ. ആ ഒരു ലെവൽ അങ്ങോട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലെവലും കൂടി വരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ റിവറും അതേപോലെ ആ പോയിന്റ് തമ്മിൽ, ദ ബ്രിഡ്ജ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 3 മീറ്റർ ഫ്രം ദ ബാങ്ക്. നമ്മുടെ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ആ റിവറിന്റെ ലെവലിൽ നിന്ന് ബ്രിഡ്ജിലേക്കുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്ര മക്കളെ? 3 മീറ്റേഴ്സ്. ഓക്കെ, ആ ഹൈറ്റ് തന്നിട്ടുണ്ട് 3 മീറ്റേഴ്സ് ആണ്. ഫിഗർ മനസ്സിലായോ? അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ ഒന്ന് ചിത്രം വരയ്ക്കാം. ഇങ്ങനെ റിവർ ഒന്നും വരയ്ക്കണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ട്രയാങ്കിൾ വരച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ. റിവറിന്റെ വിഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിവറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ യെല്ലോ ലൈനാണ്, ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു? ഇവിടം തൊട്ട് ഇവിടം വരെ ഞാനൊരു എക്സ് എന്ന് കൊടുത്തു, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാനൊരു വൈ എന്ന് കൊടുത്തു. ഓക്കെ, സോ വിഡ്ത്ത് ഓഫ് ദ റിവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. വിഡ്ത്ത് ഓഫ് ദ റിവർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് പ്ലസ് വൈ അല്ലേ? ഇവിടെ നിങ്ങോട്ട് എക്സ്, ഇവിടെ നിങ്ങോട്ട് വൈ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ എനിക്ക് റിവറിന്റെ വിഡ്ത്ത് കിട്ടും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കണം, വൈ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിതാ ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നേരത്തെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വന്നാൽ അവിടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഉണ്ട്. ഇവിടെ മക്കളെ ഇവിടെ 45 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു Z വന്നില്ലേ? സോ ഇവിടെ എന്താണ്? 45 ഡിഗ്രി. ഇനി ഇവിടെ ഒരു Z വന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നു? 30 ഡിഗ്രി. അങ്ങനെ നമ്മുടെ ട്രയാങ്കിൾസിന്റെ രണ്ടിന്റെ ഉള്ളിലേക്ക് ആംഗിൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ട്രയാങ്കിളിന്റെ ഉള്ളിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം, ഇവിടുന്ന് വൈ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ഇവിടെ 45 ആണ്. ഇവിടെ 45 കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ 3 മീറ്റർ ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ? ഇവിടെയും എന്ത് തന്നെ? 3 മീറ്റർ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാനില്ല. therefore x equal to 3 meters. സിമ്പിൾ. ഇനി അടുത്ത ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, y മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആ y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ വൈൻ്റെ ആംഗിൾ ഏതാ? ഇവിടെ 30 ഡിഗ്രി ആണ്. ആ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റന്റ് സൈഡ് ആയിട്ടുള്ള y ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കാം? tan 30. tan 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് 3 ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് y. tan 30ന്റെ വാല്യൂ 1/√3 ഈക്വൽ ടു 3/y. ഇനി 1 into y ഈക്വൽ ടു ഈ √3 into 3, 3√3. ഓക്കെ, 1 into y എന്ന് പറഞ്ഞാൽ y ആണ്. സോ y ഈക്വൽ ടു 3√3 മീറ്റേഴ്സ്. അങ്ങനെ വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? വിഡ്ത്ത് ഓഫ് ദ റിവർ അല്ലേ? therefore വിഡ്ത്ത് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. എക്സ് നമുക്ക് എന്തായിരുന്നു? 3 ആണ്. പ്ലസ് വൈയുടെ വാല്യൂ എന്താണ് മക്കളെ? 3√3. രണ്ടിലും 3 കോമൺ ഉണ്ട്. സോ 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 1, ഇവിടുന്ന് ഒരു √3. സോ 3 into 1 plus √3 മീറ്റേഴ്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ വേഗം ചാറ്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇട്ടേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നങ്ങോട്ട് മനസ്സിലാക്കിയിരുന്ന സിമ്പിളായിട്ട് കിട്ടും. ചിത്രം വരയ്ക്കുക, ഫിഗർ നിങ്ങൾക്ക് ആ പിക്ചർ കിട്ടിയാൽ തന്നെ സെറ്റാണ്. പിന്നെ കണ്ടുപിടിക്കാൻ കാര്യമായിട്ടൊന്നും നമുക്ക് ചെയ്യാനില്ല. ക്ലിയർ ആണെങ്കിൽ വേഗം ആ റെഡ് ഹാർട്ട് പോരട്ടെ. ഓക്കെ, യെസ്, സെറ്റ് അല്ലേ? ഓക്കേടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.
ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനാണ്, ചിലവർ തെറ്റിക്കും, അതുകൊണ്ടാണ് ഇത് എടുത്തത്. എ ട്രീ ബ്രേക്സ് ഡ്യൂ ടു സ്റ്റോം ആൻഡ് ദ ബ്രോക്കൺ പാർട്സ് ബെൻഡ് സോ ദാറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്രീ ടച്ചസ് ദ ഗ്രൗണ്ട് മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഇറ്റ്. സ്റ്റോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ്. ശക്തമായ ഒരു കൊടുങ്കാറ്റിൽ ഒരു മരം ആടി ഒലഞ്ഞ് ഒടിഞ്ഞ് വീണു, അതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം തന്നെ ഒരു ഗ്രൗണ്ട് വരച്ചു. ഓക്കെ, ആ ഗ്രൗണ്ടിലല്ലേ മരം നിൽക്കുന്നത്. ഓക്കെ, ഗ്രൗണ്ടിൽ ഒരു മരം ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ ഒരു മരം ഉണ്ടായിരുന്നു. ഓക്കെ, മരം. ആ മരത്തിന് എന്ത് പറ്റി? മരം പച്ചയല്ലേ. ആ മരം ഉണ്ടായിരുന്നു. ആ മരത്തിന് എന്ത് പറ്റി? ശക്തമായ കാറ്റ്. കാറ്റ് വരയ്ക്കാൻ എനിക്കറിയില്ല. കാറ്റ്, ചുഴലിക്കാറ്റ് വേണമെങ്കിൽ വരച്ചു തരാം. ഇത് ചുഴലിക്കാറ്റായിട്ട് തോന്നുമോ? സംഭവം ശക്തമായ കാറ്റിൽ ഈ മരം എന്ത് ചെയ്തു? ആടി ഒലഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ മരം പൊട്ടി വീണു മക്കളെ, പൊട്ടി വീണു. നിങ്ങളത് കാണണം. ഓക്കെ, ആ മരം എന്ത് ചെയ്തു? ഇവിടെ ഇനി വരയ്ക്കാം. ഇതല്ലേ ആദ്യത്തെ ചിത്രം. അപ്പോൾ ഇതല്ലേ നമ്മൾ ആദ്യം ഇങ്ങോട്ട് വരയ്ക്കേണ്ടത്. കൊടുങ്കാറ്റ് കേട്ടോ, കൊടുങ്കാറ്റ്, ഇടിമിന്നൽ എല്ലാം കൂടി ആയിട്ട് മരത്തിന് എന്ത് സംഭവിച്ചു? മരം പൊട്ടി മക്കളെ, മരം പൊട്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പൊളിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പതിഞ്ഞു. ഓക്കെ, മരം പൊട്ടിയതാ ഇവിടെ വീണ് കിടക്കുകയാണ്. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. ഇനി നമ്മളോട് അങ്ങനെ ഈ ഗ്രൗണ്ടിലേക്ക് പൊട്ടി വീണപ്പോൾ ഇവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്തു, അതാണ് 30 ഡിഗ്രി. ഒരു മരം വീണ് കിടക്കുമ്പോൾ വരെ ആംഗിൾ നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളോട് പറഞ്ഞത്, ആംഗിൾ 30 ഡിഗ്രി. The distance between the foot of the tree to the point where the top touches the ground is 8 meter. നമ്മുടെ ട്രീൻ്റെ ഫൂട്ടിൽ നിന്ന് ആ ട്രീൻ്റെ ടോപ്പ് നമ്മുടെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 മീറ്റേഴ്സ് ആണ്. എങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ. കുറേ പേർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുമ്പോൾ അവർ ജസ്റ്റ് ഇത് മാത്രം കണ്ടുപിടിക്കും. പക്ഷെ ട്രീ പൊട്ടി വീഴുന്നതിന് മുമ്പ് ആ ട്രീക്ക് ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസും കൂടി ചേർന്നതാണ്. സോ ഇത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, ഇത് നമുക്ക് വൈ ആയിട്ട് എടുക്കാം. ക്ലിയർ ആയോ മക്കളെ? റെഡിയാണോ? ഫിഗർ മനസ്സിലായോ? ഇത് ഓർക്കണം കേട്ടോ. ഇനി ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഓർക്കണം. എൻ്റെ കൊടുങ്കാറ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. കഷ്ടപ്പെട്ട് വരയ്ക്കാൻ അറിയാത്ത ഞാൻ കൊടുങ്കാറ്റ് വരെ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ മരം പൊട്ടി വീണു. ഇനി ഇതിനെ നമുക്ക് ഭംഗിയായിട്ട് ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മരത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റുകയാണേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എക്സ്, ഇത് നമ്മുടെ വൈ, ആൻഡ് ഈ ആംഗിൾ 30 ഡിഗ്രി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദ ട്രീ. ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ആ എക്സും വൈയും കൂട്ടുന്നതാണ്. എക്സ് പ്ലസ് വൈ ആണ്. നമ്മുടെ വിട്ട് പറഞ്ഞ പോലെ തന്നെ എക്സ് പ്ലസ് വൈ. ഓക്കെ, ഓർക്കും, അത് മതി. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഡിസ്റ്റൻസ് ഉണ്ട്, 8 മീറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. 8 മീറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് കണ്ടുപിടിക്കാൻ വൈ ഇഷ്ടമുള്ള ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഓപ്പോസിറ്റിനെയും അഡ്ജസൻറ്റിനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കാം? ടാൻ എടുക്കാം. സോ ടാൻ 30 ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് ആയിട്ടുള്ള 8. ടാൻ 30ൻ്റെ വാല്യൂ 1/√3 ഈക്വൽ ടു x/8. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 8 ഈക്വൽ ടു x√3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താ മക്കളെ? എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ √3 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 8/√3 മീറ്റേഴ്സ് എന്ന് കിട്ടും എക്സ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ആൾ വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 30 ഡിഗ്രിയുടെ ഹൈപ്പോട്ട്ന്യൂസ് തന്നിട്ടുണ്ട്, നമ്മുടെ അഡ്ജസൻ്റ് ഉണ്ട്. അഡ്ജസൻറ്റിനെയും ഹൈപ്പോട്ട്ന്യൂസിനെയും കണക്ട് ചെയ്ത് നമുക്ക് കോസ് എടുക്കാം. സോ കോസ് 30 ഡിഗ്രി ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് 8 ഹൈപ്പോട്ട്ന്യൂസ്. കോസ് 30ൻ്റെ വാല്യൂ എന്തായിരുന്നു? സൈൻ 30ൻ്റെ വാല്യൂ 1/2. കോസ് 30ൻ്റെ വാല്യൂ എന്താ മക്കളെ? √3/2 ഈക്വൽ ടു 8/y. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 × y ഈക്വൽ ടു 2 × 8. 2 × 8. ഓക്കെ, √3y ഈക്വൽ ടു 2 × 8 16. എങ്കിൽ y ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ √3 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ വൈൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ് പ്ലസ് വൈ അല്ലേ വേണ്ടത്? ദെർഫോർ ഹൈറ്റ് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു? 8/√3.
വൈയുടെ വാല്യൂ 16/√3. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. 8 + 16 24/√3. അപ്പോൾ നമുക്ക് താഴെ ഇറാഷണൽ വന്നുകൊണ്ട് മുകളിലും താഴെ എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 24√3 ഡിവൈഡഡ് ബൈ √3 × √3 3 ആണ്. ഇവിടെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 24ഉം 3ഉം കട്ട് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. സോ ആൻസർ 8√3 meters. കിട്ടിയില്ലേ? ശരിയാണ് കേട്ടോ. ക്ലിയർ ആയോ മക്കളെ? മനസ്സിലായോ? ഓക്കെ ആണെങ്കിൽ വേഗം ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇട്ടേ. ക്ലിയർ ആണെങ്കിൽ വേഗം ചാറ്റ് ബോക്സിൽ ഫയർ ഇട്ടേ. അപ്പോൾ ഓർക്കണം കേട്ടോ, ഡിസ്റ്റൻസ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമുള്ള ഹൈറ്റ് എടുക്കരുത്, ഫുൾ ആ ഹൈറ്റ് എടുത്തോണം. ഓക്കെ, റെഡി? ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A kite is flying at a height of 60 meters above the ground. The string attached to the kite is temporarily tied to a point on the ground. The inclination of the string with the ground is 60 degrees. Find the length of the string assuming that there is no slack in the ring. Slack in the string. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടം പറത്താറുണ്ടോ നിങ്ങൾ? അപ്പോൾ ഒരു കൈറ്റ് എന്ത് ചെയ്യാണ്, ഒരു ഹൈറ്റ് എത്രയാ, 60 മീറ്റർ ഹൈറ്റിൽ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 60 മീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പട്ടം പറത്താം. അപ്പോൾ അതാ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ടിൻ്റെ മുകളിൽ ഒരു പട്ടം പറക്കുന്നുണ്ട് മക്കളെ, ഒരു പട്ടം. ഓക്കെ, ഒരു പട്ടം പറക്കുന്നുണ്ട്. പട്ടം ഇങ്ങനെ ആയിക്കോട്ടെ, ഒരു പട്ടം പറക്കുന്നുണ്ട്. ആ പട്ടത്തിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? 60 മീറ്റർ. ഈ പട്ടം നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് ഒരു ആംഗിൾ, ഇൻക്ലിനേഷൻ എന്ന് പറയുന്നിട്ടുണ്ട്, ആ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. എങ്കിൽ ഇൻക്ലിനേഷൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ പട്ടത്തിൻ്റെ സ്ട്രിങ് ആണ് കേട്ടോ. ഈ ഗ്രീൻ എന്ന് പറയുന്നത് എന്താ മക്കളെ, സ്ട്രിങ് ആണ്. ആ പട്ടത്തിൻ്റെ സ്ട്രിങ് ആണ്. ആക്ച്വലി സ്ട്രിങ് വരയ്ക്കുന്നത് ഇവിടെ നല്ല എന്തോ ആട്ടെ, സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിന് നോ സ്ലാക്ക് എന്നാണ് പറഞ്ഞത്, അതായത് അതിന് ചുളിവൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ആ പോയിന്റ് പിയിലേക്ക്. എങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നമുക്കിവിടെ 60 ഡിഗ്രി ഉണ്ട്. ആ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. ഹൈപ്പോട്ട്ന്യൂസിനെയും കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്തെടുക്കണം മക്കളെ? ഓപ്പോസിറ്റും ഹൈപ്പോട്ട്ന്യൂസും വരുന്ന ആംഗിൾ ഏതാ നിങ്ങളൊന്ന് പറഞ്ഞേ. ഓപ്പോസിറ്റും ഹൈപ്പോട്ട്ന്യൂസും വരുന്ന ആംഗിൾ ഏതാ? ഇത്രയും നേരം നമ്മൾ ആ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നു. ഇനി നമുക്ക് ആ ആളെ വിളിക്കാം. പറഞ്ഞോ, ആരാണ് അയാൾ? നമ്മുടെ ഓപ്പോസിറ്റും ഹൈപ്പോട്ട്ന്യൂസും വരുന്ന ആംഗിൾ ഏതായിരുന്നു? നമ്മുടെ ട്രിഗ്നോമെട്രി റേഷ്യോയിൽ ആരായിരുന്നു അയാൾ? വേം പറ. പോയാ? എന്താണ് ആ ആംഗിള്? സൈൻ. വെരി ഗുഡ്. അപ്പോൾ സൈൻ ആണ് നമ്മുടെ ആംഗിൾ. സൈൻ 60 ഡിഗ്രി, ഓപ്പോസിറ്റ് സൈഡ് 60 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് സം ലെങ്ത് ആയിക്കോട്ടെ, എല്ലാമാണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ 60ൻ്റെ വാല്യൂ എന്താ മക്കളെ? √3/2 = 60/L. 60 തന്നെയല്ലേ? യെസ്. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 × L = 60 × 2. ഓക്കെ, അപ്പോൾ √3L = 60 × 2 120 ആണ്. therefore L = 120 ഡിവൈഡഡ് ബൈ √3. അപ്പോൾ താഴെ നമുക്ക് ഇറാഷണൽ നമ്പർ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 120 ഡിവൈഡഡ് ബൈ √3 നമുക്ക് ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ √3 ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? 120 √3 ഡിവൈഡഡ് ബൈ √3 × √3 3 ആയി. 120നെയും 3നെ കട്ട് ചെയ്തൂടെ? 120നെയും 3നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 40 എന്ന് വരും. സോ 40 √3 ആണ് ആ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, 40 √3 meters. ശരിയാണ് കേട്ടോ. ക്ലിയർ ആയില്ലേ? 40 √3 meters. റെഡി? അതപ്പം അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒത്തിരി വെള്ളം കുടിക്കട്ടെ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ശ്രദ്ധിച്ചോ. എ സ്റ്റാച്യു 1.6 meter tall stands on the top of a pedestal. ഓക്കെ, ഇപ്പോൾ പെഡസ്റ്റൽ എന്താ, സ്റ്റാച്യു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങോട്ട് നോക്കിക്കോ. അപ്പോൾ നോക്കിക്കോ, ഒരു സ്റ്റാച്യു, ഈ പെഡസ്റ്റൽ എന്ന് പറയുന്ന പീഠം എന്ന് പറയും. അതായത് ഈ സ്റ്റാച്യു പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു സാധനം, മരത്തും കൊണ്ടാവാം, സിമെൻറ്റ് കൊണ്ടാകാം. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു സ്റ്റാച്യു അവർ ഗ്രൗണ്ടിലല്ല അത് പ്ലേസ് ചെയ്യുക, അതിൻ്റെ അടിയിലൊരു പീഠം ഉണ്ടാവും, പെഡസ്റ്റൽ. ഓക്കെ, അതിൻ്റെ മുകളിൽ
ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് കഴിയട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പെഡസ്റ്റലിൻ്റെ മുകളിൽ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫിഗർ, ശ്രദ്ധിച്ചോ. എ സ്റ്റാച്ചു 1.6 മീറ്റർ ടോൾ. അപ്പോൾ നമ്മൾ ഇനി ഞാൻ വേറെ ഫിഗർ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പെഡസ്റ്റൽ ഉണ്ട്, ഒരു ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൽ ഇനി ഞാൻ ട്രയാങ്കിൾ വരുന്ന രീതിയിൽ വരയ്ക്കുകയാണ്. ഗ്രൗണ്ടിൽ ഒരു പെഡസ്റ്റൽ ഉണ്ട്, അതിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു സ്റ്റാച്ചു ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാച്ചു പെഡസ്റ്റലൊക്കെ ഉണ്ട്. എന്താ പറയുന്നത്? സ്റ്റാച്ചുവിൻ്റെ ലെങ്ത്ത് 1.6 മീറ്റർ ടോൾ. ഇതാണ് നമ്മുടെ സ്റ്റാച്ചു. ഓക്കെ, സ്റ്റാച്ചുവിൻ്റെ ലെങ്ത്ത് 1.6 മീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാച്ചു ഈസ് 60 ഡിഗ്രി. നമ്മുടെ ഗ്രൗണ്ടിൽ ഏതോ ഒരു പോയിന്റിൽ നിന്ന് എവിടേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷനാ? ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാച്ചു. സ്റ്റാച്ചുവിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ അതാണ് എന്ത് മക്കളെ? 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുള്ളത്. 60 ഡിഗ്രി. ആൻഡ് ഫ്രം ദ സെയിം പോയിന്റ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ പെഡസ്റ്റൽ ഈസ് 45 ഡിഗ്രി. ഇതേ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മുടെ പെഡസ്റ്റൽ എന്ന് പറയുന്നത് ഇതാണ്, പീഠത്തിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിഗ്രി. 45 ഡിഗ്രി. എങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ. ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നോക്കിക്കോ, ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു പെഡസ്റ്റൽ ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ സ്റ്റാച്ചുവിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ് മക്കളെ? 60 ഡിഗ്രി. ഇനി ഇതേ പോയിന്റിൽ നിന്ന് പെഡസ്റ്റലിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 45 ഡിഗ്രി. നമുക്ക് പെഡസ്റ്റലിൻ്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദാ ഈ ഒരു കുഞ്ഞി ട്രയാങ്കിൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 45 ഡിഗ്രി വന്നതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ലെങ്ത്തും ഈക്വൽ ആണ്. സോ ഇവിടെ എച്ച് ആണെങ്കിൽ ഇതാ ഇതും എന്ത് തന്നെയായിരിക്കും? എച്ച് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നോക്ക്, ഇനി നമ്മൾ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മതി. വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ വലിയ ആംഗിൾ ഏതാ? 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും ഉണ്ട്, അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡും ഉണ്ട്. കണക്ട് ചെയ്തിട്ട് നമുക്ക് tan 60 എടുക്കാം. tan 60ൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ 1.6, ഇവിടെ ഇങ്ങോട്ടേക്ക് എച്ച്. സോ നമുക്ക് 1.6 പ്ലസ് എച്ച് ആണ് ആ ടോട്ടൽ ഹൈറ്റ്. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ നമ്മുടെ ഇതാണ് നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ്. അയാൾ ആരാണ് മക്കളെ? എച്ച്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആവുന്നുണ്ടോ? റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ജസ്റ്റ് ഒന്ന് വാല്യൂ കൊടുക്കാം. tan 60ൻ്റെ വാല്യൂ √3 ആണ്. നമുക്ക് വാല്യൂ ഒന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. ഓക്കെ, 1.6 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച്. ഈ എച്ച് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3h ഈക്വൽ ടു 1.6 പ്ലസ് എച്ച്. ഇനി എച്ച് ഇങ്ങോട്ട് മൈനസ് ചെയ്യുമ്പോൾ √3h മൈനസ് എച്ച് ഈക്വൽ ടു 1.6. ഇവിടെ ഹൈറ്റ് കോമൺ ആണ്. സോ എച്ച് കോമൺ എടുക്കുമ്പോൾ √3 മൈനസ് 1 എന്ന് വരും, ഈക്വൽ ടു 1.6. ഇനി നമുക്ക് ഈ എച്ചിനെ അവിടെ വെച്ചിട്ട് √3 മൈനസ് 1നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അത് ഞാൻ അപ്പുറത്തെ പേജിൽ എഴുതാം. h ഇൻറ്റു √3 മൈനസ് 1 ഈക്വൽ ടു 1.6. സോ നമ്മൾ ഹൈറ്റ് അവിടെ വെച്ചിട്ട് 1.6ൻ്റെ അടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ √3 മൈനസ് 1 കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ ഇറാഷണൽ വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി √3 പ്ലസ് 1 കോൺജുഗേറ്റ് വെച്ചിട്ട് മുകളിലും താഴെ എന്ത് ചെയ്യുക മക്കളെ? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? 1.6 ഇൻറ്റു മുകളിലത്തെ ആരാ? √3 പ്ലസ് 1. ഇവിടെ എന്ത് വരും? ഇത് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി ഫോം ആണ്. സോ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദാറ്റ് ഇസ് √3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അങ്ങനെ 1.6 ഇൻറ്റു √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ √3യുടെ സ്ക്വയർ 3 ആണ്, 1ൻ്റെ സ്ക്വയർ 1. ദർഫോർ ഹൈറ്റ് ഈക്വൽ ടു 1.6 ഇൻറ്റു √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 2 ആണ്. ഓക്കെ, ഈ 1.6നെ 2നെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? കട്ട് ചെയ്യാം. ഈ 2 16 ആണെങ്കിൽ എന്താവും? 8 ആവും. 1.6 ആയതുകൊണ്ട് അത് 0.8 ആയി. ദർഫോർ ഹൈറ്റ് ഈക്വൽ ടു 0.8 ഇൻറ്റു √3 പ്ലസ് 1 മീറ്റേഴ്സ്. ഓക്കെ ആണോ? അങ്ങനെ ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ കിട്ടി. 0.8 ഇൻറ്റു √3 പ്ലസ് 1 മീറ്റേഴ്സ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പെഡസ്റ്റലിൻ്റെ ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്, ഫ്ലാഗ് സ്റ്റഫിൻ്റെ ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അപ്പോൾ അത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്
ഈ ചാപ്റ്ററിലേക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ബാച്ചിലുണ്ട്. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്കൊരു ഓഫർ പ്രൈസ് ഉണ്ട്, 2999 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ, പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ക്ലാസ്സിൽ കുറച്ച് നേരം കൂടെ ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് നിർത്താം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ അതൊന്ന് നോക്കട്ടെ. வாழ்க்கை என்பதே அன்பினில் என்ன தானனா தானனா. ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ മക്കളെ. ദ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ് പറയുന്നത്? മിസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൈറ്റിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ. കൈറ്റ് എവിടെടാ? കൈറ്റ് എവിടെയോ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ? കൈറ്റൊക്കെ എവിടെ? എടാ കൈറ്റ് എവിടെയോ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ? കൈറ്റ് എവിടെ? ആ കൈറ്റ്. ഒന്നുമില്ല സംഭവം. ഒരു കൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്രൗണ്ടിൽ ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കൈറ്റിന്ന് ഒരു വള്ളി, അതിൻ്റെ സ്ട്രിങ് വലിച്ചൊരു ഗ്രൗണ്ടിലേക്ക് കെട്ടിയിട്ടുണ്ട്. ആ കൈറ്റ് നിൽക്കുന്ന ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് 60 മീറ്റേഴ്സ്. ആ ഗ്രൗണ്ടിലായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. എങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. സിമ്പിളാണ്. 60 ഡിഗ്രി ഉണ്ട്. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഇവിടെ ഏതാ സൈഡ്? ഹൈപ്പോട്ടനസിനെ കണക്ട് ചെയ്തിട്ട് സൈൻ ആണ്. സോ സൈൻ 60 എടുത്താൽ കിട്ടി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് കോൺസെപ്റ്റ്. പിന്നെ നമുക്ക് അവിടെ √3 ഒക്കെ ഡിനോമിനേറ്ററിൽ വന്നതുകൊണ്ടാണ് √3/√3 ഒക്കെ ചെയ്തത്. കട്ട് ചെയ്തിട്ട് 40√3 മീറ്റേഴ്സ് ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. പട്ടൊക്കെ നമുക്ക് ലാസ്റ്റ് ആക്കാം. ഓക്കെ, ആണ് ഇപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇപ്പം ഏതായാലും ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇതല്ലായിരുന്നോ? യെസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ ഈസ് 30 ഡിഗ്രി ആൻഡ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ടവർ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ് ഈസ് 60 ഡിഗ്രി. എന്താണ് സംഭവം? ഒരു ടവർ ഉണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കുക മക്കളെ, ഇത് കഴിഞ്ഞിട്ട് പാടാം, ചിലപ്പോൾ ഇതിൽ തീരും. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. ഒരു ടവർ ഉണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ടവറും ബിൽഡിങ്ങും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ടവറാണോ ബിൽഡിംഗ് ആണോ ഹൈറ്റിൽ വരയ്ക്കേണ്ടത്? കുറേ പേര് തെറ്റിക്കൂട്ടോ. ബിൽഡിങ് ചെറുത്, ടവർ അങ്ങ് വലുത്. അപ്പോൾ ടവറിനെ എപ്പോഴും വലുതാക്കി വരയ്ക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ അവർ കുഞ്ഞ് ടവറിൻ്റെ ലെങ്ത് ഒക്കെ തരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഹൈറ്റ് ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തോളാം മക്കളെ? ടവറിനെ ഞാൻ അപ്പുറത്ത് വരയ്ക്കാം. ടവറിനെ വലുതാക്കി വരയ്ക്കാം. ഓക്കെ, ഗ്രൗണ്ട് ലെവൽ വരയ്ക്കുക. ടവർ ഇയാൾ, ബിൽഡിംഗ് ഇയാൾ. ഓക്കെ, അപ്പോൾ ടവറും ബിൽഡിംഗ് ഒക്കെ ആയിട്ടുണ്ട്. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ ഈസ് 30 ഡിഗ്രി. ഫുട്ട് ഓഫ് ദ ടവറിൽ നിന്ന് ടോപ്പ് ഓഫ് ദ ബിൽഡിങ്ങിലേക്കുള്ള, ഇവിടെ നിന്ന് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് എന്ത് മക്കളെ? 30 ഡിഗ്രി. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എന്താ പറയുന്നത്? ആൻഡ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ടവർ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ് ഈസ് 60 ഡിഗ്രി. ഈ ബിൽഡിങ്ങിൻ്റെ ഫുട്ടിൽ നിന്ന് ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് എന്ത്? 60 ഡിഗ്രി. ഓക്കെ, അങ്ങനെയല്ലേ പറഞ്ഞത്? ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ടവർ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ് ഈസ് 60 ഡിഗ്രി. ഇഫ് ദ ടവർ ഈസ് 50 മീറ്റർ ഹൈ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ടവറിൻ്റെ ഹൈറ്റ് 50 മീറ്റേഴ്സ് ആണെങ്കിൽ ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻസ് 2 വന്നിട്ടുണ്ട്. ടവറിൻ്റെ ഹൈറ്റ് 50 മീറ്റേഴ്സ് വന്നിട്ടുണ്ട്. ആൻഡ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ നോക്കുക. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ 30 ഡിഗ്രി ആണ്. ഈ ഹൈറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ സൈഡ് വേണം. ഈ സൈഡ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഹെൽപ്പ് നേടുക. ഓക്കെ, അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ഏതാണ്? 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. അഡ്ജസെന്റിനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കാം? tan 60. സോ tan 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 ഡിവൈഡഡ് ബൈ നമ്മുടെ അഡ്ജസെന്റ് സൈഡ് അറിയൂല. സോ നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കാം. ഓക്കെ, ഡിസ്റ്റൻസ് tan 60ൻ്റെ വാല്യൂ √3 ആണ്. √3 ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ ഡി. ഇനി ഡി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ d√3 ഈക്വൽ ടു 50 എങ്കിൽ d ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ √3 മീറ്റേഴ്സ്. 50/√3 മീറ്റേഴ്സ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കിട്ടിയേ.
ഇതെന്ന് പറയുന്നത് 50/√3 ആണ്. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഈ ചെറിയ ട്രയാങ്കിൾ മക്കൾ എന്ത് ചെയ്യുക നോക്കുക. ഇതുകൂടി കഴിഞ്ഞാൽ കഴിയൂടാ, ഇതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. നോക്ക്, ഈ ഒരു ചെറിയ ട്രയാങ്കിൾ നോക്കുമ്പോൾ 30 ഡിഗ്രി ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, tan 30 എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്താ ഈ h ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്താ 50/√3. ഓക്കെ, tan 30ൻ്റെ വാല്യൂ 1/√3. ഓക്കെ, ഇനി ഈ 50/√3 ഇവിടെ ഡിവിഷൻ ആണ്. ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആകും. ഓക്കെ, ഈക്വൽ ടു ആ ഹൈറ്റ് അവിടെ ഉണ്ട്. ഓക്കെ, ദെർഫോർ ഹൈറ്റ് ഈക്വൽ ടു, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാലോ, രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 50 50 ഡിവൈഡഡ് ബൈ √3 × √3 3. ഇത്രയേ ഉള്ളൂ കേട്ടോ, 50/3. അതിൻ്റെ വാല്യൂ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അത് മതി. ഹൈറ്റ് എന്ന് പറയുന്നത് 50/3 മീറ്റേഴ്സ്. ക്ലിയർ ആയോ? അപ്പോൾ കറക്റ്റായിട്ട് ആംഗിൾ ഓഫ് എലിവേഷൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു ചോദ്യം കൂടി ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിർത്താം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനോടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, as observed from the top of a 75-meter high lighthouse from the sea level, the angle of depression of two ships are 30 degree and 45 degree. അപ്പോൾ ഒരു കടലുണ്ട്, ലൈറ്റ് ഹൗസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷിപ്പൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് കടൽ വരയ്ക്കണം. അപ്പോൾ ശരിയാക്കി തരാം. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചോ, ഇത് കടൽ, അപ്പോൾ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിന് തൽക്കാലം ഞാനൊരു റെഡ് കൊടുത്തിങ്ങനെ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കടലിൽ 2 ഷിപ്പുണ്ട്. ഇത് ഒന്നാമത്തെ ഷിപ്പ്, ഇത് നമ്മുടെ ഒന്നാമത്തെ ഷിപ്പ്, ഇത് നമ്മുടെ രണ്ടാമത്തെ ഷിപ്പ്. ഓക്കെ, ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിൽ, ആസ് ഒബ്സർവ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ 75 മീറ്റർ ഹൈ ലൈറ്റ് ഹൗസ്, ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ, ഇത് ശ്രദ്ധിക്കണേ. അപ്പോൾ 75 മീറ്റർ ആണ് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റ്. ഇത്രയും ഹൈറ്റ് ഉള്ള ഈ ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് സീ ലെവലും കൂടി ഒന്നിങ്ങനെ വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഈ ഹൈറ്റിൽ നിന്ന് നമ്മുടെ ഷിപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ പറഞ്ഞാൽ ആദ്യം മക്കൾ എന്ത് ചെയ്യണം, ആ ഹൊറിസോണ്ടൽ ലൈൻ അങ്ങോട്ട് വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ഷിപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ, 2 ഷിപ്പിലേക്കുമുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ വന്നിട്ടുണ്ട്. എത്രയാണ്, 30 45. അപ്പം ഇത് കുഞ്ഞി ആംഗിൾ ആണ്, സോ 30 ഡിഗ്രി. ഇത് വലിയ ആംഗിൾ ആണ്, സോ 45 ഡിഗ്രി. ആംഗിൾ ഓഫ് ഡിപ്രഷൻ വന്നാൽ അവിടെ മക്കൾ എന്ത് ആലോചിക്കണം, അവിടെ Z വന്നു, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തോളാം, അതിനെ അങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതായത് ഇവിടെ ഒരു Z വന്നു, അപ്പോൾ ഇവിടെ ഏതാ കുഞ്ഞി ആംഗിൾ ആണ്, സോ ഇവിടെ 30 ഡിഗ്രി. ഇനി ഇവിടെ ഒരു വലിയ Z വന്നു, അപ്പോൾ വലിയ ആംഗിൾ ഏതാ 45 ആണ്, സോ ഇവിടെ 45 ഡിഗ്രി. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മളോട് എന്താ പറയുന്നത്, if one ship is exactly behind the other on the same side of the lighthouse, find the distance between the two ships. ഇപ്പോൾ 2 ഷിപ്സ് എന്താ, ഒന്നിൻ്റെ പുറകിലാണ് ഒന്നുള്ളത് എങ്കിൽ ഈ ഷിപ്പുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ 45 ഡിഗ്രി ആയതുകൊണ്ട് ഈ ഒരു ട്രയാങ്കിളിൽ ഈ ഡിസ്റ്റൻസും അതേപോലെ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ 75 ആണെങ്കിൽ ഇവിടെ എന്താണ് മക്കളെ, 75 ആണ്. അപ്പോൾ നമുക്കിനി ബാക്കി എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഈ ഒരു ഡിസ്റ്റൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതായത് ഷിപ്പുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഈ സാധനത്തിന് നമുക്കൊരു എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ, ഇവിടെ വരെ എക്സ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 75 മീറ്റേഴ്സ്. നമുക്ക് ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി വലിയ ട്രയാങ്കിൾ നോക്കുന്ന സമയത്ത് നമുക്കിതാ ഇവിടെ 30 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ. ഓക്കെ, 30 ഡിഗ്രിയാണ് ആംഗിൾ. ആ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഉണ്ട് 75 മീറ്റർ. നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ് എക്സും ഉണ്ട് 75 ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. സോ tan 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 75 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് ബേസ് എന്ന് പറയുന്നത് x + 75. ഓക്കെ, ഇനി tan 30ൻ്റെ വാല്യൂ 1/√3 ഈക്വൽ ടു 75 ഡിവൈഡഡ് ബൈ x + 75. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × x + 75, ദാറ്റ് ഈസ് x + 75 ഈക്വൽ ടു √3 × 75 75√3. ദർഫോർ x ഈക്വൽ ടു ആ 75√3ൻ്റെ അടുത്തേക്ക് ഇത് അങ്ങോട്ട് പോകുമ്പോൾ 75√3 മൈനസ് 75. രണ്ടിൽ നിന്നും 75 കോമൺ എടുക്കുമ്പോൾ √3 - 1 എന്ന് കിട്ടുന്നു. ദർഫോർ x ഈക്വൽ ടു 75 × √3 - 1. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഷിപ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഷിപ്സ്. ഓക്കെ, എന്താണ് ചോദിക്കുന്നത് എക്സാംസ്?
cosine. And then in exams there is doubt on the values of cos, sin, tan 30 and sin. അത് നമ്മുടെ കഴിഞ്ഞ ലൈവ് കാണാം. ഓക്കെ, ലിൻഡ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ടിക്നോമെട്രി എന്ന് പറഞ്ഞ ലൈവിൽ ഈ സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെ വാല്യൂസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് ഒന്നും എടുത്ത് കാണാം. ഓക്കെ, അതിൽ നിന്നിട്ട് ആ വാല്യൂസ് മൊത്തം പഠിച്ചാൽ മാത്രമാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കാണാം. റെഡി? അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. അപ്പോൾ ഇന്ന് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ കാര്യം മക്കൾ എന്ത് ചെയ്യേണ്ട, മറന്നു പോകേണ്ട, ലിമിറ്റഡ് ഓഫറാണ്. സോ ഈ ഒരു 2,999 റുപ്പീസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോംവർക്കോട് കൂടി നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇഫ് എ ടവർ ഓഫ് 30 meter ഹൈ കാസ്റ്റ് എ ഷാഡോ 10√3 meter long on the ground, then what is the angle of elevation of the sun? ഇവിടെ 10√3 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, അതെന്താ പറയുക, കുറച്ച് ലെങ്തി ആയിട്ടുള്ള കോഡ്. ആ ഒരു ടേബിൾ മൊത്തം പറയുന്നുണ്ട്, സ്പാം ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, അതൊന്ന് ആ ലിൻ്റെ അതൊന്ന് എടുത്ത് കാണുക കേട്ടോ. ഓക്കെ, റെഡി? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മക്കൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതേപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. റെഡി? താങ്ക് യു സോ മച്ച്. എന്നാൽ പോട്ടെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ട്രിഗ്നോമെട്രി പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുക. നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് കാണാതെ പഠിക്കുക. അതേപോലെ ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് ലൈൻ ബൈ ലൈനായിട്ട് എന്ത് ചെയ്യുക മക്കളെ, വായിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, റെഡി? അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ലൈവുകളും അതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, കാണാം. പാട്ടോ, ഏത് പാട്ട് വേണം? ഒരു എളുപ്പമുള്ള ഒരു പാട്ട് പറഞ്ഞാൽ വേഗം പാടിയിട്ട് പോകട്ടോ. ക്ലാസ് കഴിഞ്ഞു, പാട്ട് കേൾക്കേണ്ടവരൊക്കെ പോയിക്കോട്ടോ. ഒരു ചെറിയൊരു പാട്ട് പറഞ്ഞാൽ വേഗം പാടിയിട്ട് പോവാം. ഓക്കെ, ഏതാ ഒരു സിമ്പിളായിട്ടുള്ളൊരു പാട്ട് പറഞ്ഞേടാ. ഏതാ നീരാ? എനിക്കറിയില്ലല്ലോ, അതറിയില്ലല്ലോ. വേറെ കുറച്ച് മിന്നൽ വള മതിയോ? എന്നാ മിന്നൽ വള പാടാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി നാം 1000 താരകൾ പൂത്തുലഞ്ഞു, പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു, ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി, മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണ് നീ, മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണ് നീ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹോംവർക്ക് ഒക്കെ ചെയ്യാം മക്കളെ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. 2 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനിയുള്ള ലൈവുകൾ നമുക്ക് കണ്ടുകൂട്ടാം. ഓക്കെ, ബൈ, സി യു, ലവ് യു ഓൾ, ടാറ്റ.